السلام عليكم ورحمة الله وبركاته. عليكم السلام ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات دروس اللغة العربية لغير الناطقين بها تحت إشراف فهم القرآن على أيسر الطرق. ഖുർആൻ പഠനത്തിന് എളുപ്പയുടെ കീഴിൽ നടത്തുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതി മദീന അറബിക് കോഴ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. അതിന് വഖഫിന് എവിടെ നിർത്തിയ നമ്മൾ എന്താണ് ഇന്ന് നിങ്ങൾ അറബിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്? ماذا تريدون أن تتكلموا باللغة العربية؟ هل تريدون أن تتكلموا شيئا؟ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ലെന്നില്ലായിരുന്നു. في الدرس الأخير بعثنا الفصل السابع رقم صفحة 50. മദ്രസ നിങ്ങൾ പറയും. في الدرس الأخير بعثنا الفصل السابع رقم صفحة 50. ബാസ്ന എന്നാ പറഞ്ഞത്. بعثنا ഒരു വായന കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചല്ല, ചർച്ച ചെയ്തു എന്നുള്ള അർത്ഥത്തില്. ബഹസ്ന പിന്നെ അത് കഴിഞ്ഞിട്ട് ബഹസ്ന പിന്നെന്താ പറഞ്ഞ്? فصل السابع الفصل السابع رقم صفحة 50 حتى صفحة حتى الصفحة الخامسين حتى الصفحة 50 الصفحة 50 അല്ലെങ്കിൽ ഹത്ത കഴിഞ്ഞിട്ട് പിന്നെ റക്കം പറയാൻ പറ്റില്ല. حتى الصفحة الرقم حتى الصفحة الرقم 50. طيب صفحة رقم 50 حتى الصفحة رقم 50. 50ാമത്തെ പേജ് വരെ നമ്മൾ എന്ത് ചെയ്തു? ബഹസ്ന ചർച്ച ചെയ്തു. പക്ഷെ അത് എന്തല്ല ശരിക്കും ബഹസ്ന എന്ന് പറയുന്നത് അവിടെ സ്യൂട്ടബിൾ അല്ല. ദറസ്ന എന്നോ അല്ലെങ്കിൽ തകല്ലംന അൻ എന്നോ പറയാം. തകല്ലംന അൻ. കാരണം ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ പുതിയ കാര്യമൊന്നും കണ്ടുപിടിക്കുന്നില്ല. അതിൽ നമ്മൾ പുതിയ കാര്യമൊന്നും ചർച്ച ചെയ്ത് കണ്ടുപിടിക്കുന്നില്ല. മറിച്ച് എന്ത് ചെയ്യാണ്, നമ്മൾ ചർച്ച ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പാഠം വായിച്ച് മനസ്സിലാക്കുക. തഅല്ലംന എന്ന് പറയാം, ദറസ്ന എന്ന് പറയാം, വഖറഅന എന്ന് പറയാം. ബഹസ്ന എന്ന് പറയുമ്പോ ബഹസ്ന പറഞ്ഞാൽ പിന്നെ അതിനെ ഉപയോഗിച്ച് പറയാം. അതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കൂടുതൽ യോജിക്കുന്ന എന്താണ്, ബഹസ്ന ഉപയോഗിച്ചാൽ അൻ ഉപയോഗിച്ച് പറയാം. ബഹസ്നക്ക് ശേഷം എന്ത് വേണം? അൻ വേണം. ബഹസ്ന അൻ അനിദ്ദർസി സാബിയ. അപ്പൊ പിന്നെ നമ്മൾ ഹത്ത അവിടെ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. നോട്ട് സ്യൂട്ടബിൾ. വേണമെങ്കിലൊക്കെ പറയാം. ബഹസ്ന الصفحة رقم 50 അല്ല حتى الصفحة رقم 50 പറയാം. ഒരു പാഠം പഠിച്ചോ നമ്മൾ പറയുമ്പോഴത്തേക്ക് അവിടെ എന്താ ദറസ്ന തഅല്ലംന തകല്ലം ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദറസ്ന ദറസ്ന ദർസ സാബിയ എന്ന് പറയാം. ആദ്യം പറയണം. الأسبوع الماضي درسنا
الدرس السابع سابع. حتى صفحة رقم 50. خمس. طيب ഓക്കെ. വേറെ എന്തെങ്കിലും നമ്മൾ പ്രായോഗികമായിട്ട് നമുക്ക് പറയേണ്ട സംഗതികൾ വേണം പറഞ്ഞ് തയ്യാറായി കൊണ്ടുവരിക. നമ്മൾ പഠിച്ച വാക്ക് വെച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കണം, ചോറ് തിന്നണം, ഇരിക്കണം, കിടക്കണം, പോകണം, വരണം, നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പരിശീലിക്കേണ്ടത്. അതിൽ നമുക്ക് വേണ്ടത് ഒരു ഉസ്താദിനെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? അറബി സംസാരിക്കാൻ പറ്റുള്ളൂ. അവരൊന്നും അറബിയിൽ ക്ലാസ് എടുക്കുന്നില്ല. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എല്ലാ അധ്യാപകരോടും പ്രിൻസിപ്പൾ പറയും അറബിയിൽ തന്നെ എടുക്കണമെന്ന് പറയും. പക്ഷെ പ്രിൻസിപ്പളോ വൈസ് പ്രിൻസിപ്പളോ വന്നാലും അറബിയിൽ എടുക്കും, വേറെ ആരും അറബിയിൽ എടുക്കില്ല. അപ്പോ നമുക്ക് ഒരാളെ കണ്ടാൽ അറബിയിൽ സംസാരിക്കാൻ പറ്റില്ല, നമ്മൾ അറബി പഠിച്ചിട്ടിരിക്കണം. ആ ലെവലിൽ അറബിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. رقم 50. ആദ്യമായിട്ടൊരു സംശയമുണ്ട്. ഉം. പേജ് നമ്പർ 50 അഞ്ചാമത്തെ തംരീനില് 6ാമത്തെ ലാസ്റ്റ് ലിമ നമ്മള് ഫതഹത്തുന്ന പറയുന്നുണ്ടല്ലോ. പേജ് നമ്പർ 50 അഞ്ചാമത്തേല് 6ാമത്തെ നമ്പർ ആയിട്ടാണ്. അഞ്ചാമത്തെ തംരീനില് 6ാമത്തെ നമ്പർ. تمرين رقم 5. تمرين رقم 5. അതെന്താണ്? അഞ്ചാമത്തെ. മിൻ അയ്യി ബാബിനാണോ? അല്ല, 6ാമത്തത്. അല്ല, 6ാമത്തത്. ലിമ ഫതഹത്തുന്ന എന്ന് പറഞ്ഞത്. ഈ ഫതഹത്തുന്ന വരാൻ കാരണം നവാഫിദ പ്ലൂറൽ ആയതുകൊണ്ടാണോ? അതിന്റെ ഏകവചനം അല്ല, ബനാത്തിനോടാണ് പറയുന്നത്. ബനാത്തിനോടാണ് പറയുന്നത്. ജാ ബനാത്തി. അഡ്രസ് ചെയ്യുന്ന ആരോടാണ്? അതുകൊണ്ടാണ് നിങ്ങൾ എന്തിനു തുറന്നു? ലിമ ഫതഹത്തുന്ന. നിങ്ങൾ എന്തിനു തുറന്നു? ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തല്ല അല്ലേ? അല്ലല്ല. ഷെയ്ഡ് വരുന്നത് ഫാഇൽ ആരാണ്, അതേപോലെ ആരെ അഡ്രസ് ചെയ്ത് പറയുന്നു, ഇതൊക്കെ നോക്കിയിട്ടാണ് ഷെയ്ഡ് വരുന്നത്. ഫതഹത്തുന്ന, ലിമ ഫതഹത്തുന്ന. അപ്പം ആരാണ് തുറന്നത്? നിങ്ങളാകുന്ന പെണ്ണുങ്ങൾ. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് കാനയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്ന് ചർച്ച ചെയ്യും എന്ന് പറഞ്ഞു. കാനയുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഇന്ന പഠിച്ചല്ലോ, ഇന്ന പഠിച്ചിട്ടുണ്ട്. ഇന്ന പഠിച്ചോ? ഇന്ന പഠിച്ചെന്ന് ആർക്കാ ഉറപ്പില്ലാത്തത്? ഞാൻ ദറസ്നാന്ന് പറയൂ നിങ്ങള്. ദറസ്ന. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ന എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇന്ന അഹവാത്ത് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അതെന്താണ്? ഹർഫ് എന്നാണ് പറയുന്നത്. അത് അക്ഷരങ്ങൾ, എന്താ പറയുക, ക്രിയയും അല്ല, നാമവും അല്ല, അവ്യയങ്ങളാണ്. അതേപോലെ ഒരു കൂട്ടം പദങ്ങളാണ് കാന അഹവാത്ത്, കാനയും സഹോദരിമാരും. അപ്പൊ ഇന്നയും സഹോദരിമാരും അവ്യയങ്ങളാണ്. അത് നൗണല്ല, അത് വെർബല്ല. നെതർ വെർബ് നോർ നൗൺ. അപ്പൊ എന്താണ്? അതിന് പാർട്ടിക്കിൾസ് എന്ന് പറയാം. അതേസമയം കാന എന്താണ്? കാനയും സഹോദരിമാരും വെർബുകളാണ്. അടിസ്ഥാനപരമായും അവ എന്താണ്? വെർബുകൾ ആണ്. നാമമല്ല, പാർട്ടിക്കിൾസും അല്ല, അത് വെർബാണ്. എന്നാൽ സാധാരണ വെർബ് പോലെ അല്ല അതിന്റെ പ്രയോഗം. സാധാരണ വെർബ് പോലെ അല്ല. അതെന്താണ്? അസാധാരണ വെർബാണ്. അത് വേറെ ഗണത്തിലാണ് വരിക, വെർബിന്റെ ഗണത്തിലല്ല. അതിന് പലപ്പോഴും പ്രയോഗത്തിൽ വരും. ഒരു വാക്യഘടനയിൽ വരുമ്പോൾ അത് വെർബിന്റെ പരിഗണനയിലല്ല വരും. നമ്മൾ അതിന്റെ വാക്കർത്ഥം എടുത്ത് നോക്കിയാൽ കാന, വാസ് എന്ന് പറഞ്ഞാൽ അതൊരു വെർബാണ്.
കാനയും സഹോദരിമാരൊക്കെ വെർബ. അപ്പൊ നമ്മൾ കാന എടുത്തിട്ട് ആദ്യം പഠിക്കുന്നത്, പിന്നീട് കാനയുടെ സഹോദരിമാർ വരും, പിന്നെ ആദ്യം പഠിച്ചതുപോലെ. അപ്പൊ ഇവിടെ നമ്മൾ തഅമ്മൽ അംസിലത്ത് സുമ്മ അദ്ഖിൽ കാന അലൽ ജുമൽ ആതിയ എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് അംസിലത്ത് ഉണ്ട്. അംസിലത്ത് എന്ന് പറയുമ്പോൾ രണ്ടിലധികം ഉദാഹരണം ഉണ്ടെന്ന് അർത്ഥം. അപ്പം ഉദാഹരണങ്ങൾ, മിസാല് അംസിലത്തിൽ, മിസാൽ ഉദാഹരണം, അംസിലത്തിന് ഉദാഹരണം. അപ്പോ അൽ മുദരിസു ഫിൽ ഫസ്ൽ, അൽ മുദരിസു ഫിൽ ഫസ്ൽ, അൽ മുദരിസു ഫിൽ ഫസ്ൽ എന്ന് പറയുന്നത് നോമിനൽ സെന്റൻസ്, നാമവാക്യം. അപ്പൊ കാന വരുന്നത് നാമവാക്യത്തിലാണ്, ഇന്ന വരുന്നത് നാമവാക്യത്തിലാണ്, കാന വരുന്നതും നാമവാക്യത്തിലാണ്. ഇന്ന വരുന്നതും കാന വരുന്നതും എന്തേരം സെന്റൻസിലാണ്? നാമവാക്യം. Nominative sentence. നോമിനൽ സെന്റൻസ്, നാമവാക്യം. ജുംല ഇസ്മിയ എന്ന് പറയാം, ജുംല ഇസ്മിയ, ഇസ്മിയ ഇസ്മു നാമം, ഇസ്മിയ നാമപരമായ. അപ്പൊ അൽ മുദരിസു ഫിൽ ഫസ്ൽ എന്ന വാക്യം പറഞ്ഞു. കാന അതിൽ ചേർത്താൽ കാനൽ മുദരിസു ഫിൽ ഫസ്ൽ, കാനൽ മുദരിസു ഫിൽ ഫസ്ൽ. അപ്പൊ കാന വന്നാൽ വാസ് എന്നാണ് വരേണ്ടത്. അപ്പൊ വാസ് വരുമ്പോ അവിടെ അതുമായി ബന്ധപ്പെട്ട ഒരു വാക്കുകൂടെ ചേർക്കണം. അൽ മുദരിസു ഫിൽ ഫസ്ൽ എന്ന് പറഞ്ഞു, അധ്യാപകൻ ക്ലാസ്സിലാണ്. അപ്പൊ അധ്യാപകൻ ക്ലാസ്സിലായിരുന്നു എന്ന് പറയുമ്പോൾ അതിനു വേണ്ടിയാണ് കബല ഹംസി ദഖായിഖ, 5 മിനിറ്റ് മുമ്പ്. ദഖായിഖ അറിയാമല്ലോ, ദഖീഖത്തുൽ മിനിറ്റ്, അതിന്റെ ബഹുവചനമാണ് ദഖായിഖു. ദഖീഖത്തിന്റെ ബഹുവചനമാണ് ദഖായിഖു. അപ്പൊ ഏത് പാറ്റേൺ അത് ബഹുവചനത്തിന്റെ? മസാജിദു. മസാജിദ് പോലെ വരുമ്പോൾ ഒരു തമ്മേ ഉള്ളൂ. എന്ത് പേര് പറയും? അത് ഗൈർ മുൻസരിഫ് എന്നത്, തൻവീൻ സ്വീകരിക്കാത്തതാണ്. ദഖായിഖു. ഇവിടെ ദഖായിഖ എന്നാണല്ലോ. ഇത് എന്താണ്? നമ്മള് കസറ സ്വീകരിക്കാത്തതിന് 10 കൊടുക്കണം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കസർ സ്വീകരിക്കാത്തതിന് 10 കൊടുക്കണം. അല്ലാതെ കൂടാതെ സമയത്തെ സൂചിപ്പിക്കുന്ന വാക്കായതുകൊണ്ട് 10 കൊടുക്കണ്ട. അത് വേറെ, അത് വേറെ. ഇവിടെ അത് വേറെ. അത് ഇവിടെ ഹംസ് വന്നത് കൊണ്ട് പിന്നെ സംഖ്യയുടെ നിയമമാണ്. സംഖ്യ വന്നാൽ എന്ത് ചെയ്യണം? 1 മുതൽ 10 വരെ സംഖ്യ വന്നാൽ എണ്ണപ്പെടുന്ന വസ്തുവിന് കസർ കൊടുക്കണം. അല്ലേ? അപ്പം ദഖീഖത്ത് സ്ത്രീലിംഗം ആയതുകൊണ്ട് ഹംസ് എന്ന പുല്ലിംഗ വാക്ക് സംഖ്യ ഉപയോഗിച്ചു. പിന്നെ കബലിന് ശേഷം വന്നതുകൊണ്ട് കബലിന് ശേഷം വരുന്ന എല്ലാവർക്കും കസർ കൊടുക്കണം. കബല ഹംസി ദഖായിഖ, അപ്പം 5 മിനിറ്റ് മുമ്പ്. മിസാലുൽ ബ, ഉദാഹരണം 2. അത്തുല്ലാബു ഫിൽ മല്ലാബി, സ്റ്റുഡൻസ് ഇൻ ദ പ്ലേ ഗ്രൗണ്ട്. സ്റ്റുഡൻസ് ആർ ഇൻ ദ പ്ലേ ഗ്രൗണ്ട്. അവരെവിടെയാണ്? പ്ലേ ഗ്രൗണ്ടിൽ. കാന ഉപയോഗിച്ചാൽ കാനത്തുല്ലാബു ഫിൽ മല്ലാബി ഖബല നിസ്ഫി സഅത്തിൻ. അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ, കുറച്ച് മുമ്പ് വരെ. ഇവിടെ അരമണിക്കൂർ മുമ്പ് വരെ. നിസ്ഫ് അര, നിസ്ഫി സഅത്തിൻ, നിസ്ഫി സഅത്തിൻ. അപ്പോ ഒരു പാർട്ട് വരെ പറയുമ്പോ ഒരു പാർട്ടെന്നോ അല്ലെങ്കിൽ എല്ലാമാണെന്നോ പറയുന്നത്, കുല്ല്, ബഅദ്, നിസ്ഫ് അതൊക്കെ പറയുമ്പോഴത്തേക്കും എന്തായാലും അതിന് ശേഷമുള്ള കസർ കൊടുക്കും. അമാമ, വറാഅ, ഫൗഖ, തഹ്ത അതൊക്കെ എന്താണ്? ഇന്റെ ചേർന്നേ വരുള്ളൂ. അപ്പം മുകളിലെന്ന് പറയുമ്പോൾ അതിന്റെ മുകളിൽ, ചുവടെ എന്ന് പറയുമ്പോൾ അതിന്റെ താഴെ, വലതുവശം എന്ന് പറയുമ്പോൾ അതിന്റെ വലതു ഭാഗത്ത്, ഇടതുവശം എന്ന് പറയുമ്പോൾ അതിന്റെ ഇടതു ഭാഗത്ത്, മുന്നിൽ എന്ന് പറയുമ്പോൾ അതിന്റെ മുന്നിൽ, പിന്നെ എന്ന് പറയുമ്പോൾ അതിന്റെ. അപ്പൊ എല്ലാവരും ഇന്ത്യ വരും. അപ്പൊ ഇളാഫത്തായിരിക്കും. അപ്പൊ അവിടെയൊക്കെ ശേഷമുള്ളതിന് കസർ. കബല നിസ്ഫി സഅത്ത്, നിസ്ഫ്. അതേപോലെ അപ്പൊ കാന വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? കാനത്തുല്ലാബു ഫിൽ മല്ലാബി എന്നാണ് പറയേണ്ടത് എന്ന്. പിന്നെ കാന വന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു വാക്കോട് ചേർത്തതേ ഉള്ളൂ. കബല നിസ്ഫി സഅത്ത്. ജീം, മിസാൽ ജീം. അപ്പൊ ഹംസും ബാഗ് കഴിഞ്ഞാൽ
ഒരു ഡൗട്ട്. അതായത് ഇപ്പൊ പറഞ്ഞ എക്സാമ്പിളില് അവസാനം കാന ഉപയോഗിക്കുമ്പോ കാനക്ക് ശേഷം വരുന്ന ആദ്യ വാക്കിന് ലമ്മും അവസാനം രണ്ടാം പാർട്ടിന് അത് തന്മീനും പറഞ്ഞില്ല അത് ഉള്ള പറഞ്ഞ അത് നിയമമാണ് ഇവിടെ. പറഞ്ഞില്ല അത് പറഞ്ഞില്ല അത് പറയാൻ പോണം കേട്ടോ, അത് പറയാൻ പോണം. ആ ഇവിടെ ഇവിടെ എന്താണ്, ഇവിടെ കാന വന്നിരിക്കുന്ന സെന്റൻസ് എന്തല്ല, ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നൗൺ അല്ല. ഫസ്റ്റ് പാർട്ട് എന്താണ്, ഒരു നൗണും സെക്കൻഡ് പാർട്ട് ഒരു ഫ്രൈസുമാണ്. സെക്കൻഡ് പാർട്ട് എന്താണ്, ഒരു ഫ്രൈസ് ആണ്, ഒരു കൂട്ടം വാക്കുകൾ. ഫിൽ മല്ലബി, ഫിൽ ഫസിലി, ഫിൽ മത്ബഖി, ഫീ ഖുർഫത്തിഹി. ഇപ്പൊ എന്താണ്, ഒരു ഫ്രൈസ് ആണ്. അങ്ങനെ വരുമ്പോ അല്ലെങ്കിൽ ഒരു പാർഷ്യൽ സെന്റൻസ് എന്ന് പറയാം, ഒരു പാർഷ്യൽ സെന്റൻസ് ആണ്. അപ്പോ അങ്ങനെ വരുമ്പോൾ അതിന് ഒറ്റ പദമല്ല, ഒറ്റ പദമാണെങ്കിലേ പറയുന്ന നിയമം വരുള്ളൂ. ഈ ഒറ്റ വരുന്ന പദം ഉദാഹരണം ഈ താഴെ വരും. ഇപ്പൊ വന്നിരിക്കുന്ന ഒരു ഫ്രൈസ് ആയിട്ട് വന്നത്. അപ്പൊ നമ്മള് സെക്കൻഡ് പാർട്ടിന്റെ അടയാളം നോക്കേണ്ടതില്ല. ഫസ്റ്റ് പാർട്ടിൽ എന്തായാലും ലമ്മാണ്, അൽ മുദരിസു ഫിൽ ഫസിലി. അപ്പൊ ലമ്മാണ്. അപ്പൊ ലമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മാറ്റം ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് പഠിക്കേണ്ട, പ്രത്യേകിച്ച് എടുത്ത് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പൊ ഉമ്മി ഫിൽ മത്ബഖി, ഉമ്മി എന്റെ ഉമ്മ ഫിൽ മത്ബഖി, കിച്ചണിലാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ തുല്ലാബ് പറഞ്ഞപ്പോൾ കാന ഉപയോഗിച്ചു, അൽ മുദരിസ് പറഞ്ഞപ്പോഴും കാന ഉപയോഗിച്ചു. അപ്പൊ ഒന്നാമത്തേല് കാനൽ മുദരിസു എന്ന് പറയുന്നിടത്ത് രണ്ടും കാന ഏകോചനമാണ്, അൽ മുദരിസും ഏകോചനമാണ്. തുല്ലാബ് വരുന്നിടത്ത് കാന തുല്ലാബു എന്ന് പറയുമ്പോൾ തുല്ലാബിന് മുമ്പ് കാന വന്നതുകൊണ്ട് കാനയെ മാറ്റേണ്ടതില്ല, കാന ഏകോചനത്തിൽ തന്നെ ഉപയോഗിച്ചാൽ മതി. ഈ ഉമ്മി വരുമ്പോൾ എന്തായാലും എന്ത് ചെയ്യണം, ജെൻഡർ മാറ്റണം. കാനത്ത് ഉമ്മി, കാനത്ത് ഉമ്മി, ഉമ്മ ആയിരുന്നു, ഫിൽ മത്ബഖി കിച്ചണിലായിരുന്നു, ഖബല ഖലീലിൻ അല്പസമയം മുമ്പ് വരെ. അപ്പോ കാന ഉപയോഗിച്ചതുകൊണ്ട് മാത്രം അവിടെ ഖബല ചേർക്കുന്നേ ഉള്ളൂ, ഖബല കുറച്ചു മുമ്പ്. അപ്പൊ അതേപോലെ ആണെങ്കിൽ അൽ മുദീറു ഫി ഖുർഫത്തിഹി, കാന വന്നാൽ ഖബല സാഅത്തിൻ, ഒരു മണിക്കൂർ മുമ്പ്. അടുത്തത് അൽ വസീറു ഫി ലണ്ടന, എന്താ പറഞ്ഞത്, ഖബല ഉസ്മാൻ എന്താ അർത്ഥം? വസീർ, വസീർ ആരാണ്? പ്രധാനമന്ത്രിയൊക്കെ അറിയാമല്ലോ നമുക്ക്, പ്രധാനമന്ത്രി റഈസുൽ ഉസറ. ثلاثة أخي في مكة، أخي في مكة. ഒരാള് മക്ക എന്നാ പറഞ്ഞത്. മക്കയ്ക്ക് എന്താ അടയാളം? എന്തുകൊണ്ട് മക്കയ്ക്ക് 10 കൊടുക്കും? ലൊമ്മാണ് ഗൈറു മുൻസരിഫ് ആയതുകൊണ്ട് 10 കൊടുക്കും. അത് കൊള്ളാം. നമ്മ ആകുമ്പോ ഗൈറു മുൻസരിഫ് ആകുമ്പോ 10 കൊടുക്കണം. മക്ക എന്തുകൊണ്ട്, അതെ മക്ക എന്തുകൊണ്ട് ഗൈറു മുൻസരിഫായി? കാരണം എന്താ? വരുന്നതെല്ലാം ശ്രീലിംഗ ആത്ത വരുന്നതെല്ലാം മക്കത്തൊക്കെ എപ്പോഴും ഫത്തഹല്ലേ വരുള്ളൂ. തായ് മർബൂത്ത്. തായുള്ള പ്രോപ്പർ നോൺ ആയതുകൊണ്ട് എന്ത് ചെയ്തു, അത് ഗൈറു മുൻസരിഫായി. അടുത്തത് അറാബിയ അൽ അതിബ്ബാഉ, അൽ അതിബ്ബാഉ ഫിൽ മുസ്തശ്ഫ. കാന ഉപയോഗിച്ച് അപ്പൊ സുൽസ് സാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 20 മിനിറ്റ്. 3:1 20 മിനിറ്റ് എന്ന് പറയാം. നമ്മള് മലയാളത്തിലും ഇംഗ്ലീഷിലും 1/3
അവർ എന്ന് പറയാറില്ല. 20 മിനിറ്റ് മുമ്പ്. ആ 20 മിനിറ്റ് എന്ന് മലയാളത്തിൽ പറയുമ്പോഴത്തേക്ക് മലയാളത്തിൽ ഇംഗ്ലീഷ് പറയുമ്പോൾ അതിന് അങ്ങോട്ട് മാറ്റണം. ഈ മൂന്നിലൊന്നും ഒരിക്കലും കാനൽ പ്രയോഗമില്ലാത്തത്. ഹോസ്പിറ്റലിലായിരുന്നു ഡോക്ടർമാർ. ഈ കാനൽ എന്ന് പറയണ്ടേ? അത്തിബാവ് കാനൽ. കാനൽ. കാനൽ അത്തിബാഉ. ആ കാനൽ അത്തിബാവു. അടുത്തത് അത്തുല്ലാബു ഫിൽ മക്തബത്തി الطالبات കാനത്തുല്ലാബു كانت താലിബാത്താണ്, തുല്ലാബല്ല, താലിബാത്ത്. താലിബാത്തു കാനത്തുല്ലാബത്തു ഫിൽ മക്തബത്തി കാനത്ത് താലിബാത്തു قبل قليل മക്തബത്തി. കാനത്ത് താലിബാത്ത് എന്ന് പറഞ്ഞാലാ കാനത്തീന്ന് വേണ്ടേ? الطالبات കാനത്തി താലിബാത്തു. അപ്പൊ ജെൻഡർ മാത്രം മാറ്റിയാൽ മതി, അവിടെ നമ്പർ മാറ്റണ്ട. കാരണം നൗണിന് മുമ്പ് അല്ല, സബ്ജക്റ്റിന് മുമ്പ് വെർബ് വന്നതുകൊണ്ട്. കാന വെർബാണ്, സബ്ജക്റ്റിന് മുമ്പ് വെർബ് വന്നതുകൊണ്ട് ഇത് ചെയ്താൽ മതി, ജെൻഡർ മാത്രം മാറ്റിയാൽ മതി. طيب ഇനി تأمل الأمثلة ثم اقرأ الجملات مع ضبط الميم والحروف الساكنة الأخرى. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇതെല്ലാം വായിക്കുന്നതില്ല, എന്നാൽ ഒന്ന് രണ്ടെണ്ണം വായിക്കും. അഖറഅതും ഹാദൽ കിതാബ എങ്ങനെ വരും? അഖറഅതും ഹാദൽ കിതാബ, അഖറഅതുമുൽ ഖുർആന. ഖറഅതും ഹാദൽ കിതാബ എന്ന് പറയുമ്പോൾ അവിടെ മീം സുക്കൂനാണ്, അതിനുശേഷം ഹായാണ് വന്നിരിക്കുന്നത്, ഫതഹുള്ള അക്ഷരമാണ്. ഖറഅതും അൽ ഖുർആന എന്ന് വരുമ്പോൾ ഖറഅതും മീമിന് സുക്കൂനാണ്, ശേഷം ഉള്ള ലാമിന് സുക്കൂൻ ആയതുകൊണ്ട് രണ്ട് സുക്കൂനും കൂടെ അടുത്ത് വരാതിരിക്കാൻ ഒന്നാമത്തെ സുക്കൂൻ മാറ്റണം. അപ്പോൾ മീമ്, എന്ത് മീമാണ് ഇതിന്റെ മീമിന് എന്താ പേര് പറഞ്ഞു നമ്മള്? മീം ജാമിയത്തുൽ മീം. മീമുൽ ജമാഅത്ത്. ജമാഅത്തിന്റെ മീമ്. അപ്പൊ അവിടെ വാവിടണ്ടോ ഉസ്താദേ? വേണ്ട, വാവൊന്നും വേണ്ട. വാവിന്തിനാ? പിന്നീട് വരുത്. വാവിന്റെ വാവിവിടെ അല്ല. ബഹുവചനാകുമ്പോ മീമ് തുന്നു വരുമ്പോ രണ്ട് അല്ലല്ല, അത് സുക്കൂനും അപ്പോഴല്ല. അത് വേറെ നിയമം. രണ്ട് സുക്കൂൻ അടുത്ത് വന്നാൽ ഒരു സുക്കൂൻ മാറ്റുക മാത്രമേ വേണ്ടതുള്ളൂ. എന്നിട്ടുള്ള ഇടുക. വേറെ എന്നിട്ട് നമ്മിടുക എന്നല്ല, അന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് നമ്മിടേണ്ടത്. ആദ്യത്തെ മീമുൽ സുക്കൂൻ. ജമാഅത്ത്, മീമുൽ ജമാഅത്തിനാണ് നമ്മ കൊടുക്കേണ്ടത്. ആ പറഞ്ഞത് പ്രത്യേകം മനസ്സിലാക്കണം. രണ്ട് സുക്കൂൻ വന്നാൽ ഒരു സുക്കൂൻ മാറ്റണം, എന്നിട്ട് സുക്കൂൻ ആയിത്ത. നമ്മ കൊടുക്കണം എന്നല്ല പറയേണ്ടത്. മീമുൽ ജമാഅത്തിന് നമ്മ കൊടുക്കണം. ആ മീമുൽ ജമാഅത്താണ് ഒന്നാമത്തെ സുക്കൂനുള്ള അക്ഷരമെങ്കിൽ അവിടെ മീമുൽ ജമാഅത്തിൽ നമ്മ കൊടുക്കണം. ഇതിൽ വേറെ രണ്ടൊന്നെണ്ണം പറഞ്ഞു തന്നായിരുന്നല്ലോ ഞാൻ, അതാർക്ക് പറയാം? മീമുൽ ജമാഅത്തിൽ നമ്മ. റഅയ്തുഹു. അതല്ല നിങ്ങൾ പറയുന്ന വിഷയം മാറുമ്പോൾ ആ. ഫോക്കസ് ഓൺ ദ പോയിന്റ്. രണ്ട് സുക്കൂൻ വരുമ്പോ ഒന്നാമത്തെ സുക്കൂൻ മാറ്റുന്നതിന് മീമുൽ ജമാഅത്തിന് നമ്മോടത്ത് മാറ്റണമെന്ന് പറഞ്ഞു. വേറെ രണ്ടെണ്ണം കൂടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വാവ് ചേർക്കണം. നിങ്ങൾ പോയിന്റിലല്ല നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് മീമുൽ ജമാഅത്തിന് അല്ല, രണ്ട് സുക്കൂൻ വന്നാൽ ഒന്നിന്റെ സുക്കൂൻ മാറ്റണം. അപ്പൊ മീമുൽ ജമാഅത്താണ് ഒന്നാമത്തെ അക്ഷരമെങ്കിൽ അവിടെ നമ്മ കൊടുക്കണം. അതേപോലെ ഒന്നാമത്തെ അക്ഷരം വേറെ എന്താണെങ്കിൽ അവിടെ വേറെ അടയാളം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. വലാ യദ്കുറു അഹദുൻ. ആരും ഓർക്കുന്നില്ല. ഇല്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞേ. അപ്പൊ പിശാച് വന്ന് മരം ദുസ്സൃഷ്ടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ വരുമായിരുന്നു. അഊദു ബില്ലാഹി മിൻ അശ്ശൈത്താൻ. അപ്പൊ മിന്നിന് എങ്ങനെ ഫതഹ് വന്നു? അപ്പൊ മിന്നാണ് ഒന്നാമത്തെ നൂന് എങ്കിൽ മിന്നിന്റെ നൂനാണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? അവിടെ ഒന്നാമത്തെ അക്ഷരം സുക്കൂന് അല്ലേ? അശ്ശൈത്താന്റെ ലാമിന് സുക്കൂന്. അപ്പോൾ മിന്നിന് എന്ത് ചെയ്യണം? ഫതഹ് കൊടുത്താണ് മാറ്റുക. ഇനി ഒരെണ്ണം കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെന്താണ്? ഓർക്കുന്നില്ലെങ്കിൽ പഴയ പാഠം കഴിഞ്ഞ പാഠത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. യഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറഞ്ഞില്ല എന്നാണ്. പറഞ്ഞില്ല ഉസ്താദ്.
പറഞ്ഞ് ഇപ്പോൾ നിങ്ങൾ പറയാൻ കാരണം ഇപ്പോൾ 60 വിഷയത്തെ പറഞ്ഞ് പറയിപ്പിക്കാൻ കാരണം നിങ്ങളെ മറന്നതുകൊണ്ടാണ്. അന്നേരം പറഞ്ഞത് മിന്നാണെങ്കിൽ 10 കൊടുക്കണമെന്ന് പറഞ്ഞു. മനിൽ മന്നാണെങ്കിൽ എന്ത് വേണം? കെസർ കെസറ് കൊടുക്കണം. കസർ ആ കൊടുക്കണം. അതാണ് പറഞ്ഞത്. അതിന്റെ അത് കൂടെ മിന്നും പറഞ്ഞു. പറഞ്ഞിട്ടുണ്ട്. അത് മഞ്ഞിന് കസർ പറഞ്ഞിട്ടുണ്ട്. കൊടുക്കണമെന്ന് പറഞ്ഞെങ്കിൽ മിന്നിന് 10 കൊടുക്കണമെന്നും പറയും. കുറെ മുമ്പ് പറഞ്ഞില്ല. എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അത്. എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ 10 കൊടുക്കുന്ന കസർ കൊടുക്കുന്ന സന്ദർഭമൊക്കെ മാറി മാറി വരും എന്ന് ശ്രദ്ധിക്കുക. അതിന് ഉദാഹരണമാണ് പറഞ്ഞത്. നിയമം ജമാഅത്താണല്ലോ അമ്മാണ് കൊടുക്കുക. അതാണ് ഇവിടെ നമ്മൾ പാഠത്തിൽ പഠിക്കാൻ പറഞ്ഞത്. ഓക്കെ. അപ്പൊ ആ രീതിയിലാണ് അത് വായിക്കേണ്ടത്. ബാക്കിയുള്ളതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇവിടെ 2 സുക്കൂൻ എന്ന് പറഞ്ഞത് ലാമിന്റെ സുക്കൂനാണെന്ന് ഓർക്കണം കേട്ടോ. ഒന്നാമത്തത് അക്ഷരത്തിന്റെ സുക്കൂനാണ്. ഒന്നാമത്തെ വാക്കിന്റെ അവസാനത്തെ അക്ഷരം സുക്കൂനാണ്. രണ്ടാമത്തെ ലാമിന്റെ സുക്കൂനാണ്. പലരും വിചാരിക്കുന്നതാണ് ഹർഫ് എന്താ പറയുക ഹംസത്തുൽ വസലിന്റെ സുക്കൂനാണെന്നാ വിചാരിക്കുക. ഹംസത്തുൽ വസല് പരിഗണിക്കൂല. ചേർത്ത് വായിക്കുമ്പോൾ ഹംസത്തുൽ വസല് പരിഗണിക്കൂല. ശേഷമുള്ള അക്ഷരമാണ് പരിഗണിക്കുക. ഈ ഹംസത്തുൽ വസല് തന്നെ വരാൻ കാരണം ശേഷമുള്ള അക്ഷരത്തിൽ സുക്കൂൻ ഉള്ളതുകൊണ്ടാണ്. ഹംസത്തുൽ വസൽ എവിടെ വന്നു അതിനുശേഷം സുക്കൂനായിരിക്കും ഉണ്ടാവുക. ഓക്കെ. അപ്പൊ ഒരു സംശയം, അശംസ് എന്ന് പറയുമ്പോൾ ലാമിന് സുക്കൂൻ തന്നെയാണല്ലോ. ലാമിന് സുക്കൂനുണ്ട്. അശംസ് എന്ന് പറയുന്നിടത്ത് ലാമിന് സുക്കൂനുണ്ട്. ലാമിന്റെ സുക്കൂന് ഷംസി അക്ഷരമായതുകൊണ്ട് ഷംസിനെ ശ്രദ്ധ കൊടുത്താണ് പറയുക. അതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ലാമിന് സുക്കൂനാണ് പരിഗണിക്കുക. ഇവിടുത്തെ ആദ്യത്തെ സുക്കൂൻ എന്താന്ന് പറഞ്ഞ്? മീമൽ ജമാഅത്തിന്റെ സുക്കൂൻ. ശരി. ബ്രെയിൻ എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയോ? എല്ലാവരും ബ്രെയിൻ എക്സസൈസ് ചെയ്യണം കേട്ടോ. വെറുതെ എന്നിട്ട് ചെറിയ കുട്ടികളുണ്ടാവില്ല, നമ്മൾ പേരക്കുട്ടികളോട് പറഞ്ഞാൽ നിങ്ങൾ ആസ്ക് മീ സം ക്വസ്റ്റ്യൻസ്, കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറയാം. ഇങ്ങനെ നമ്മൾ ഉത്തരം കണ്ടെത്തുക. നമുക്കൊന്നും നഷ്ടപ്പെടാനല്ല പേരക്കുട്ടികളോട്. പേരക്കുട്ടിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു പുതിയ പ്രൊഡക്റ്റാണ്, ന്യൂ എഞ്ചിനാണ്. നമുക്ക് തമാശ പറയാം. അപ്പോൾ വേറെ മൈൻഡ് റീഫ്രഷ് ഒക്കെ ഉണ്ടാവും. ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടാവും. ചെറിയ കുട്ടികളുമായിട്ട് നമ്മൾ സംവദിക്കുക. എന്നിട്ട് അവർ പുതിയ കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ നമ്മൾ മുമ്പ് സ്കൂളിലൊക്കെ പഠിച്ച കാര്യങ്ങളായിരിക്കും, അതെല്ലാം മറന്നുപോയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഓർമ്മ പുതുക്കാം. അതേപോലെ അവർ വല്ല മാഗസിനോട്ട് എന്താ പറയുക, കുട്ടികളുടെ മാഗസിനോ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇങ്ങനെ ചോദിക്കുക. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമുക്ക് അറിവുണ്ടാവും, അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടാവും. പദപ്രശ്നം, പല സംഗതികൾ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ചെയ്തോണ്ടിരിക്കുന്ന സംഗതിയിൽ എന്ത് ചെയ്യാവില്ല, ഡീവിയേറ്റ് ചെയ്ത് പോകും. ഒരുപാട് ആൾക്കാർ സംസാരിച്ചാൽ എന്ത് ചെയ്യും? ഓക്കെ. ഇനിയാണ് റഷീദ് സാഹിബ് നേരത്തെ പറഞ്ഞ വിഷയം, അക്കൽത്തും അൽ മൗസ. അപ്പൊ അവിടെ എന്ത് ചെയ്യും നമ്മൾ പറയാ? അക്കൽത്തുമുൽ മൗസ എന്നാണ് പറയാ. ഇനി ജലസ്തും ഫിൽ ഫസ്ലി, ജലസ്തും ഫിൽ ഫസ്ലി, അവിടെ വ്യത്യാസമില്ല. ഫഹംതുമുൽ ദർസ വരുമ്പോഴത്തേക്ക് എന്താണ് അവിടെ? ദഖൽതുമുൽ മസ്ജിദി അല്ല മസ്ജിദ. അതെ, മൂന്നാമത്തത് ദഖൽതുമുൽ മസ്ജിദ. ഓക്കെ, അത് നമുക്ക് വിടാം. ഈ തഅമ്മൽ മായിലി താഴെ പറയുന്നത് ലറബയുടെ കൂടെ ഹു ചേർത്താല് ലറബഹു. ലറബ അവൻ അടിച്ചു, ഹു അവനെ അടിച്ചു. അപ്പൊ ലറബഹു അവനെ അടിച്ചു. ഓക്കെ. ഇനി ലറബത്ത് ഹു എന്ന് പറഞ്ഞാൽ അറബത്ത് അവളടിച്ചു, ഹു അവളെ. ലറബത്ത് ഹു, അതിലൊന്നും വ്യത്യാസമില്ല. ലറബത്ത് ഹു. ലറബത്ത ഹു അടിച്ചാൽ ലറബത്ത നീ അടിച്ചു, ഹു അവനെ. ലറബത്ത ഹു. ലറബത്തി വരുമ്പോഴോ അപ്പൊ ഹു എന്നുള്ളത് ഈ ആകും. കാരണം ഹൂവിന് മുമ്പ് കസർ വന്നാൽ അതിനനുയോജ്യമായ അടയാളമാണ്
ഹൂവിന് കൊടുക്കേണ്ടത്. ഹൂവിന് മുമ്പ് എന്ത് അടയാളമാണോ അതിന് സ്യൂട്ടബിൾ ആയ അടയാളമാണ് കൊടുക്കേണ്ടത്. ഫത്തഹോ ലമ്മോ ആണെങ്കിൽ ഹുവ മതി. അതേസമയം വന്നത് ലറബത്തു കെസർ ലറബത്തു വന്നപ്പോ ലറബത്ത് ഹു ലറബത്ത് ഹു ഇവിടെ ലറബ ഹു ഫത്തഹും സുക്കൂനും വന്നു. അതേപോലെ ലറബത്ത ഹു ഫത്തഹ് വന്നപ്പോ ലറബത്ത ഹു ആണ്. ലറബത്തി വരുമ്പോ കെസർ വരുമ്പോ എന്താവും? ലറബത്തി ഹി ലറബത്തി ഹി. അപ്പൊ ഹാന് മുമ്പ് കെസർ വന്നാൽ കെസർ കൊടുക്കണം. സർവനാമത്തിന് കെസർ കൊടുക്കണം. ഇത് അതേസമയം അവളല്ലേ ഇത് ലറബത്തു ഇവിടെ അവളല്ലേ അടിച്ചേക്കണേ. ആ അവൻ ഓക്കെ അവൾ ആ അപ്പൊ അപ്പൊ ലറബത്തി നീ അടിച്ചു. അവളല്ല ലറബത്തി ഹി അല്ല കേട്ടോ. അതെ. അവളല്ല ഇവിടെ. ലറബത്തി നീ അടിച്ചു. ലറബത്ത നീ അടിച്ചു. ലറബത്തി നീ അടിച്ചു. കേട്ടാ, പഴയ പാഠങ്ങളൊക്കെ ഓർമ്മയുണ്ടായിരിക്കണം. ലറബത്ത നീ അടിച്ചു. ലറബത്തി നീ അടിച്ചു. ലറബത്ത നീ ഒരു പെണ്ണടിച്ചു. ലറബത്തി നീ ഒരു ലറബത്ത നീ ഒരു പുരുഷൻ അടിച്ചു. ലറബത്തി നീ ഒരു സ്ത്രീ അടിച്ചു. പെണ്ണടിച്ചു, സ്ത്രീ അടിച്ചു. അപ്പൊ ലറബത്തി ഹി വരുമ്പോൾ എന്താണ്? അവനെ അടിച്ചു എന്നാണ്. അല്ലാതെ അവൾ മാറുന്നില്ല, അവളാകുന്നില്ല. അവൾ അവനെ അടിച്ചു. അവളെവിടെ നിന്നിട്ട് നിങ്ങൾക്ക്? അല്ല, അവളല്ല, നീ ഒരു പെണ്ണ് അവനെ അടിച്ചു. അവനെ അടിച്ചു. ലറബത്തു ഹു ഞാൻ അവനെ അടിച്ചു. അപ്പോ അവിടെ ലമ്മ ആയതുകൊണ്ട് ഹാന് ലമ്മന് കൊടുത്താൽ മതി. ഇനിയാണ് നേരത്തെ റഷീദ് സാർ പറഞ്ഞ വിഷയം വരുന്നത്. ലറബത്വം ലറബത്വം എന്നതിന്റെ കൂടെ സർവനാമ ചേർക്കുകയാണ്. ലറബത്വം എന്നിടത്ത് എന്തുണ്ട്? അവിടെ മീമുൽ ജമാഅത്തുണ്ട്. അതിനുശേഷം സർവനാമം ചേർക്കുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്? വാവ് ചേർക്കണം. വാവ് ചേർക്കണം. ആ മനസ്സിലായി. ലറബത്വം എന്ന മീമുൽ ജമാഅത്തിന് ശേഷം സർവനാമം വരുമ്പോൾ എന്ത് ചെയ്യണം? വാവ് ചേർക്കണം. മീമിന് വാവ്. മീമുൽ ജമാഅത്തിന് ലൊമ്മ കൊടുത്തിട്ട് ലറബത്തുമൂഹു വാവ് ചേർക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സുക്കൂനുള്ള അക്ഷരം വരും. ലറബത്തും പിന്നെ വാവ് വരുമ്പോൾ അങ്ങനെ എങ്ങനെ പറഞ്ഞാലും ശരി, അത് നമ്മൾ പറഞ്ഞു പഠിക്കുക കേട്ടോ. പറഞ്ഞു പഠിക്കുക. ഒരുപാട് നിർവചനത്തിലേക്ക് പോകുന്നതിന് പകരം ലറബത്തും അതിന്റെ കൂടെ ഹൂ ചേർത്താൽ ലറബത്തുമൂഹു ഇങ്ങനെ പറഞ്ഞു പഠിച്ചാൽ മതി. ലറബത്തും അധികം ഹു ലറബത്തുമൂഹു. ഓക്കെ. അതിനെ തുല്ലാബുൽ ജദീദ് റഅയ്തുമൂഹു റഅയ്തും നിങ്ങൾ കണ്ടു. റഅയ്തുമൂഹു നിങ്ങൾ അവനെ കണ്ടു. അതിന് ഹയ്യത്തു ഹയ്യത്ത് എന്താണ്? പാമ്പ്. പാമ്പ്. പാമ്പിനെ ഖുർആനിൽ കണ്ടിട്ടുണ്ടോ നിങ്ങള്? അയ്യത്തും തിസ്ആ. തിസ്ആ അല്ല, തസ്ആ. തസ്ആ. ഓടുന്ന പാമ്പ്. അതിന് ഹയ്യത്തു. ഖതൽതുമൂഹാ ഖതൽതുമൂഹാ. അതിന് നിങ്ങൾ അതിനെ കൊന്നു. നിങ്ങൾ അവളെ കൊന്നു എന്നാണ് കേട്ടോ. നിങ്ങൾ അവളെ കൊന്നു എന്നാണ്. അവൾ ഇവിടെ ഹയ്യത്ത് ആയതുകൊണ്ടാണ് അതിനെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞത്. സ്ത്രീലിംഗം. ഖതൽതുമൂഹ അതിനെ നിങ്ങൾ കൊന്നു. ثلاثة هذا درس سهل أفهمتموه. ഓക്കെ. أربعة أين المدرسون അധ്യാപകരുടെ أرأيتموهم നിങ്ങൾ അവരെ കണ്ടോ? കണ്ടോ? ഓക്കെ. അപ്പോൾ സർവനാമമായ ഹായും ഹുമ്മും ചേർക്കുമ്പോഴാണ് ഈ വിഷയം വരുന്നത് കേട്ടോ. ഇവിടെ സ്ത്രീലിംഗാണെങ്കിൽ അത് വേറെ നിയമമാണോ? അതുകൊണ്ട് പറയാത്തത്. വരുമ്പോ അല്ലല്ല, ഇതേപോലെ തന്നെയാണ്. സർവനാമം ചേരുമ്പോഴാണ് വരുന്നത്. ഇപ്പൊ രണ്ട് ഉദാഹരണം ഇത് പറഞ്ഞതേ ഉള്ളൂ. ബാക്കി ഉദാഹരണങ്ങൾ താഴെ വരുന്നുണ്ട്. ഓക്കെ, താഴെ വരുന്നുണ്ട്. ശേഷം വരുന്ന സർവനാമങ്ങളോടൊപ്പം ചേർത്ത് പറയുക. റായിത്തും
അതിലൂടെ ഹും വന്നാൽ റഅയ്തുമൂഹും റഅയ്തുമൂഹും ഫഹിംതും ഹാ ഫഹിംതുമൂഹ ഫഹിംതുമൂഹ ഗസൽതി ഹു ഗസൽതിഹി ഗസൽതിഹി വജദ്തു ഹു വജദ്തുഹു വജദ്തുഹു ഖതൽതും ഹാ ഖതൽതുമൂഹ ഖതൽതുമൂഹ സമീഅതും ഹു سمعتموه سمعتموه. اقرأ الأمثلة ثم أكمل كملا من الجملة الآتية مستعملا ذو. ذو എന്താണ്? ذൂവിന്റെ പ്രത്യേകത എന്താണ്? കസർ വരും ذൂവിന് ശേഷമുള്ളത് കസ്ർ വരും. ദുൽ അർശി, ദുൽ ദിൽ ഔതാബി. ഓക്കെ. അതിനൊരു കിതാബു ദുൽ ഗിലാഫിൽ അഹ്മരി, ചുവപ്പ് കവറുള്ള. അതുകൊണ്ട് പറഞ്ഞാൽ ഉള്ള എന്നാണ് അർത്ഥം. പുസ്തകം എവിടെ? പുസ്തകം എവിടെ? ധൂവിന്റെ സഹോദരന്മാരാരൊക്കെയാണ്? സഹോദരി ആരാണ്? എല്ലാം ഒരർത്ഥമാണെന്ന് അറിയാൻ വേണ്ടിയാണ് ദാദി ദു വരുന്നത്. അതിന് ഫത്തഹിന്റെ സ്ഥാനത്ത് വരുമ്പോൾ, നസ്ബിന്റെ സ്ഥാനത്ത് വരുമ്പോൾ ദാ വരും, കസറിന്റെ സ്ഥാനത്ത് വരുമ്പോൾ ദീ വരും, ലമ്മിന്റെ സ്ഥാനത്ത് വരുമ്പോൾ ദൂ വരും. അതിനൊരു കിതാബു. അപ്പൊ എപ്പോഴും ദൂ ഇനി മുമ്പുള്ളതിന്റെ അടയാളം എന്താണെന്ന് നോക്കുക. ദൂവിന് മുമ്പുള്ളതിന്റെ അടയാളം എന്താണെന്ന് നോക്കുക. അതിന്റെ മാച്ചിങ് ആയിട്ടായിരിക്കും ഇത് വരിക. അത് കിതാബു വരുമ്പോൾ ദൂ എന്നായിരിക്കും വരിക. ഉസ്താദ് പണ്ട് മുമ്പ് പഠിച്ചിരുന്നില്ല അഹ്മർ, അത് കസർ വരാത്താണെന്ന് പഠിച്ചിരുന്നില്ലേ? അപ്പൊ ഇവിടെ കസർ വന്നല്ലോ. കസർ വന്ന് എന്താ? നിറങ്ങള്, കളർ. അതെ, കസർ വരുന്ന നിയമം മാറുന്നു. കസർ വരാൻ പാടില്ല എന്നുള്ള നിയമം മാറുന്ന രണ്ട് സന്ദർഭങ്ങളുണ്ട്. ഒന്ന് എന്താണ്? അൽവന്ന. അതേപോലെ അതിനോട് വേറൊന്നിന് ഇലാഫത്ത് ചെയ്താലും മാറും. അപ്പൊ അൽ വരിക, ഇലാഫത്ത് വരിക, ഈ സന്ദർഭത്തിൽ ആ നിയമം മാറും. കാരണം എന്താണ്? അപ്പോ കസർ സ്വീകരിക്കാത്തത് സ്വീകരിക്കും. കേട്ടോ, ഖുർആൻ വായിച്ചു നോക്കിയാൽ ഇതിൽ എല്ലാത്തിന്റെ ഉദാഹരണങ്ങൾ കിട്ടുന്നു. ഓക്കെ. അപ്പൊ ദൂവിന്റെ മുമ്പുള്ള നോക്കിയിട്ട് അതിന്റെ അടയാളം കാണാം. ഇവിടെ ഇപ്പം ദൂ മാത്രമേ പറയുന്നുള്ളൂ, അതുകൊണ്ട് വലിയ വിഷയമില്ല. അതിനൊരു കിതാബു ദുൽ ഗിലാഫി അൽ അഹ്മരി. അല്ലാത്ത ലിമൻ ദാക്കൽ ബൈതു ദുൽ ബാബിൽ അഹ്മരി. എന്തായിരുന്നു ഒന്നാമത്തെ അർത്ഥം? എന്താ? അതിനൊരു കിതാബു ദുൽ ഗിലാഫിൽ അഹ്മരി. ചട്ടയുള്ള കിതാബ് എവിടെ? പുസ്തകം എവിടെ? ചുവന്ന ചട്ടയുള്ള. ഞങ്ങളെ ബുക്ക് ഇവിടെ ചട്ടയില്ല, ഇവിടെയൊക്കെ കവറുകളാണ്. മുമ്പ് ചട്ടയുണ്ട്. ചട്ട എന്ന് പറയുന്നതാണ് ഷർട്ട്. ഷർട്ടിനെ മലയാളത്തിൽ വന്നപ്പോഴാണ് ചട്ടയാക്കിയത്. അപ്പൊ അത് ബുക്കിന്റെ ഷർട്ട് ആകുമ്പോഴത്തേക്ക് അതിന്റെ ബുക്കിന്റെ ചട്ട ബൈൻഡ് മുൻകാലങ്ങൾ ഉപയോഗിച്ചിരുന്നു പഴയ ലാംഗ്വേജിൽ. എനിവേ, മൻ ജാലിക്കൽ ഫത്ത ദുൽ നളാറത്ത്. രണ്ടാമത്തെ അർത്ഥം എന്താ? ലിമൻ ജാക്കൽ ബൈത്തു ദുൽ ബാബിൽ അഖ്ദരി. പച്ച വാതിലുള്ളതായ ആ വീട് ആരുടെ? ആയ ഇല്ലെങ്കിലും കുഴപ്പമില്ല. പച്ച വാതിലുള്ള വീട് ആരുടേതാണ്? ആ വീട് ആരുടേതാണ്? മൻ ജാലിക്കൽ ഫത്ത ദുൽ നളാറത്ത്. കണ്ണടയുള്ള ആ യുവാവ് ആരാകുന്നു? കണ്ണടയുള്ള ചെറുപ്പക്കാരൻ ആരാ? 4. ذلك الرجل ذو اللحية الطويلة طبيب مشهور من باكستان. അപ്പോ ذلك الرجل ذو اللحية الطويلة, നീണ്ട താടിയുള്ള ആ മനുഷ്യൻ തബീബുൻ മഷ്ഹൂറുൻ ഫി പാകിസ്ഥാൻ, മിൻ പാകിസ്ഥാൻ, പാകിസ്ഥാനിൽ നിന്നുള്ള പ്രസിദ്ധനായ ഡോക്ടറാണ്. പ്രസിദ്ധനായ ഒരു ഡോക്ടറാണ്. ഇനി അടുത്ത ചോദ്യം. മൻ ജാലിക്കൽ വലതു. ഇവിടെ ചേർക്കണം. ചേർത്ത് പറയും. ചേർത്ത് പറയും. ദുൽ ഖമീസിൽ അഹ്മരി. അത് ജാലിക്കൽ ഫത്ത
ذو الشعير الطويل ഷയീർ അല്ല ഷാർ. ഷൈര് ഷയീർ എന്ന് പറയുന്ന ബാറിലെ ആയിരിക്കും. ഷാർ എന്ന് പറഞ്ഞാല് രോമം, മുടി. ഷയീർ ഇതാണ് ബാർലി. നരകം സഹീറാണല്ലേ? ഷയീർ, അതെ. ഷൈർ എന്താണ് ബാറ? ബാർലി ബാർലി ബാറല്ല. അത്തവീലി താലിബുൻ മിൻ ഇറാനി സോപ്പിന്റെ ബാറാന്ന് വിചാരിച്ചാ മതി. ഈറാന. ഇറാൻ അതെ, ഈറാന. ഓക്കെ. അപ്പൊ എന്താണ് തവീലി, നീണ്ട മുടിയുള്ള താലിബുൻ. അപ്പൊ അവിടുത്തെ താലിബിനൊക്കെ നീണ്ട മുടി ഉണ്ടായിരുന്നു കേട്ടോ പണ്ട്. ഇതൊക്കെ 80 എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. അടുത്തത് 3. ലിമൻ ഹാദ ദഫ്തറു ذو الغلاف الجميل മനോഹരമായ കവറുള്ള ആ പുസ്തകം. ഓക്കെ, ചട്ടയൊക്കെ മാറ്റി കവറാക്കി. ഓക്കെ. നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ കോമൺ ലാംഗ്വേജ് യൂസ് ചെയ്ത് പഠിക്കുക. ഏത് വാക്കാണ് ഞാൻ തമാശയായിട്ട് പറഞ്ഞെങ്കിലും ഒരു പ്രസക്തി ഉണ്ട്. പണ്ടത്തെ ഓർമ്മയിൽ പറഞ്ഞതാ. അല്ല, ഇവിടെയും നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്നു. എന്റെ ചെറുപ്പത്തിലൊക്കെ ചട്ട ഉണ്ടായിരുന്നു നമുക്ക്. പിന്നീട് ലാംഗ്വേജ് പരിഷ്കരിച്ചപ്പോഴത്തേക്ക് എന്താ ചട്ടയൊക്കെ കവറായി. ഈ ക്രിസ്ത്യൻ പെണ്ണുങ്ങള് ചട്ടയും മുണ്ടെന്നാ പറയണം. അതുകൊണ്ട് പഴയ കുപ്പായം സ്ത്രീകൾക്ക് കുപ്പായം ഉണ്ടായിരുന്നു. വടക്കൻ കേരളത്തിൽ ഇപ്പോഴും പുരുഷന്മാർ കുപ്പായാണ് ഇടുന്നത്. ഞങ്ങളുടെ നാട്ടിലെ സ്ത്രീകളാണ് കുപ്പായത്തിന് ഇടുക. 4. ذلك الرجل ذو النضارة മുദീരിന. അവിടെ എങ്ങനെ കസരട്ടി നിങ്ങൾക്ക് മുദീറൂന. നേരത്തെ പറഞ്ഞതൊക്കെ വിശേഷണമാണ്. ഇവിടെ എന്താണ്? വിശേഷണമല്ല, ഇവിടെ അടുത്ത പാർട്ടാണ്. ഇവിടെ എന്താ വിശേഷണമായിട്ട് അൽ ഖിലാഫിൽ വന്നപ്പോഴത്തേക്ക് അടുത്തതിന് അല്ലുണ്ട്. അപ്പൊ അതിന്റെ വിശേഷണമായിരിക്കും. അപ്പൊ കെസർ കൊടുക്കുക. അൽ ഖിലാഫി എന്നാൽ അൽ ജമീലി. ഇവിടെ എന്താണ്? ദാലിക റജുലുൻ ദുൻ നല്ലാറത്തി കഴിഞ്ഞിട്ട് അല്ലുള്ളതല്ല, മുദീറുന. മറ്റേ അതേ ഇതിലല്ല വന്നിരിക്കുന്നത്. അന്നല്ലാറത്തി വരുമ്പോ മുദീറുന, ആ കണ്ണടയുള്ള ആ മനുഷ്യൻ മുദീറുന മാനേജറാ. മാനേജർ ആയിക്കോട്ടെ, ഹെഡ് മാസ്റ്റർ ആയിക്കോട്ടെ, കുഴപ്പമില്ല. സ്കൂളിൽ നിന്ന് പറയുന്നുണ്ട് ഹെഡ് മാസ്റ്റർ എന്ന് പറയാം. അടുത്ത അൽ ഖാമിസ് മൻ ദാലിക റജുലു അപ്പൊ എന്താണ്? ഇവിടെ എന്താണ്? അല്ലുണ്ട്, രണ്ടിനും അല്ലുണ്ട്. അപ്പൊ എന്താണ്? അതിന്റെ വിശേഷണമാണ് അവിടെ ഒരു നന്ദിയേ ഉള്ളൂ. കാരണം എന്താണ്? മസ്ജിദിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടാണ് വരിക. മുഅദ്ദിനു മസ്ജിദിനെ, ഞങ്ങളുടെ പള്ളിയിലെ ഞങ്ങളുടെ മസ്ജിദിലെ മുഅദ്ദിനാണ്. മുഅദ്ദിൻ എന്താ അർത്ഥം? വിളിച്ചു പറയുന്നു, ബാങ്ക് കൊടുക്കുന്നു. അനൗൺസർ. മുഅദ്ദിൻ ഖുർആനിൽ കണ്ടിട്ടുണ്ടോ? അതിനെ മുക്രീന്ന് വിളിച്ചെന്ന്. അത് തന്നെ. മുക്കരെന്ന് പറയാം. ഖറഅ വായിച്ചു. മുക്കര് അഖറ വായിപ്പിച്ചു, മുക്കരിയെ വായിപ്പിക്കുന്നതാണ്. അങ്ങനെ പറയാം, കുഴപ്പമൊന്നുമില്ല. മുക്കരിയെന്ന് പക്ഷേ രണ്ടും രണ്ട് ആശയമാണുള്ളത്. മുക്കരിയെന്ന് പേര് വരാൻ കാരണം മുമ്പിൽ നിൽക്കുന്ന ഇമാമ് പറയുന്നത് പിന്നിലുള്ളവർ കേൾക്കില്ല. അപ്പോൾ ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അടുത്തിരിക്കുന്ന ആൾ ഉറക്കെ പറയും അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആളാണ് മുക്കരി. എത്തിച്ചു കൊടുക്കുന്നവനാണ്. അതെ, എത്തിച്ചു കൊടുക്കുന്ന ആശയം. പക്ഷെ അത്ര മുക്കരി എന്ന് പറഞ്ഞാൽ വായിപ്പിക്കുന്നവനാണ്, ഉറച്ച പറഞ്ഞു കൊടുക്കുന്നവൻ, പറയിപ്പിക്കുന്നവെന്ന അർത്ഥമൊക്കെയാണ് ഉള്ളത്. പക്ഷെ ശരിക്കും അതിന്റെ പ്രാക്ടിക്കലി ഉള്ളത് ഇമാം പറയുമ്പോ വിളിച്ച് പറയുന്നവൻ, ഇമാം പറയുമ്പോഴത്തേക്ക് ഉറക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് മുക്കരി. അറബിലൊക്കെ മുമ്പുണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടെന്ന് എനിക്കറിയില്ല.
ഇപ്പൊ ഇപ്പോഴും വലിയ മേക്കായതുകൊണ്ട് അല്ലല്ല ആവശ്യമില്ലല്ലോ. ഇപ്പോഴും ഉണ്ട് ഇപ്പോഴുണ്ട് സമയത്ത് പറയുമ്പോ റബ്ബനാ ലക്കൽ പറയില്ലേ? ആ ഉണ്ട്. അയാളാണ് മുക്കരി. അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അടുത്ത ആള് അല്ലാഹു അക്ബർ എന്ന് നടക്കണം. അതാണ് മുക്കരി. പിന്നെ മുഅദ്ദിന് മുക്കരി എന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയ. കാരണം അന്നൊക്കെ മുൻകാലങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു, മുക്കരി ആവശ്യമുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളെ നാട്ടിലൊന്നും മുക്കരി ഇല്ല. അതുകൊണ്ട് ഇപ്പോഴും അവിടെ എന്താണ് ഒരു പോസ്റ്റ് നിലനിർത്താൻ വേണ്ടി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അവിടെയൊക്കെ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ പോസ്റ്റ് കൊടുത്ത് അങ്ങനെ സുഖിപ്പിച്ച് നിർത്തുകയാണ്. 5 വകത്ത് നമസ്കരിക്കാൻ ഓരോ ആളിനാണ്, ഓരോ വകത്തിന് ഒരാളിനാണ്. 5 ഇമാം ഉണ്ടാവും, ചുരുങ്ങിയ 5 ഇമാം ഉണ്ടാവും. അപ്പൊ ഓരോരുത്തർക്ക് എല്ലാവരും ഹൈ സാലറി ആയിരിക്കും. പിന്നെ മുക്കരി ഉണ്ടാവും, മുക്കരിക്കും സാലറി. അതേപോലെ പള്ളിയിലെ ഇമാമുകൾ അവിടെ ഖുത്ബ നേരെ ആള് വരും, ഇമാമ് വേറെ ആയിരിക്കും മിക്കവാറും പള്ളികളിൽ. അതേപോലെ ഉസ്താദ് മയ്യിത്ത് നിസ്കരിക്കുമ്പോഴേ അവിടെ സലാം വീട്ടുമ്പോ ഒരു പ്രാവശ്യം പറയണുള്ളൂ. ഒരു നമ്മ പ്രാവശ്യം 2 പ്രാവശ്യം നിർബന്ധം. പറയണം. 2 പ്രാവശ്യം പറഞ്ഞാലും കുഴപ്പമില്ല. ഒരു പ്രാവശ്യം പറയലേ ഉള്ളൂ. മയ്യത്ത് നിസ്കാരത്തിൽ ഒരു പ്രാവശ്യം പറഞ്ഞതായിട്ടാണ് തെളിവുള്ളത്. ആ. അല്ല, സാധാരണ നമസ്കാരത്തിൽ ഒരു പ്രാവശ്യം പറഞ്ഞാ പോരെ? രണ്ടാമത്തെ സുന്നത്തല്ലേ? രണ്ടാമത്തെ സുന്നത്താണ്. അങ്ങനെ ഉണ്ടല്ലേ. അതെ, അതായത് ഈ തർക്കമുള്ള വിഷയങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് വിചാരിച്ചാൽ മതി. യാ അല്ലാ. രണ്ടഭിപ്രായം ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഒന്നിനെന്ത് ചെയ്യണ്ട, ബലം അതല്ലേ പിടിക്കണ്ട. ബലം പിടിച്ചാൽ ഒടിഞ്ഞു പോകും. അപ്പൊ നമ്മളെങ്ങനെ 2 സൈഡിലോട്ട് മുഖം തിരിക്കണം. മുഖം തിരിച്ചോളി. മുഖം തിരിക്കലും എന്താണ് നേരത്തെ പറഞ്ഞ പോലെ മുഖം തിരിക്കലും നിർബന്ധമില്ല. അത് നിർബന്ധമില്ല. അതിനൊന്നും കടമപ്പെടുത്തം വേണ്ട. മുഖം മുത്തം വേണ്ട അല്ലേ? മുഖം ചെയ്തിട്ട് കൈ മുഖത്ത് തുടക്കം വേണ്ട. അങ്ങനെ ഒരുപാട് അതില്ല, അതല്ല. കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കർമ്മശാസ്ത്രത്തിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് ചോദിക്കണ്ട, കുറച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ കുറച്ച് കാര്യങ്ങളെ പഠിക്കുക. കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. അല്ലെ പെട്ടെന്ന് നിങ്ങൾ ആ കൂട്ടത്തിലുള്ള ആളല്ലാന്ന് തോന്നുന്ന ആൾക്കാർ, ഇവിടെ എവിടെ നിന്നോ ഇറങ്ങി വന്ന ആളാണെന്ന് പറയും. പിന്നെ നമ്മൾ ആൾക്കാരെ നമ്മളെ കൂടെ കൂടില്ല. പിന്നെ നമ്മൾ പറയുന്നതും കേൾക്കാനും പോകില്ല. അല്ല, ഗൾഫിൽ പോയവർക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ അൽഹംദുലില്ലാ സ്ത്രീകൾ നമസ്കരിക്കാൻ മുന്നിട്ട് വരുന്നുണ്ടല്ലോ. മയ്യത്ത് നമസ്കരിക്കാൻ. മയ്യത്ത് നമസ്കരിച്ചിട്ടാണല്ലോ കൊണ്ടുപോകല്. മുമ്പ് സ്ത്രീകൾ മയ്യത്ത് നമസ്കരിക്കാനൊന്നും ഉണ്ടാവില്ല. അതുപോലെ യാത്രക്കാർക്കുള്ള സ്ത്രീകൾക്കുള്ള പള്ളി നിസ്കരിക്കുന്നു. ഉസ്താദെ, ഒരു സംശയം. പുരുഷന്മാര് നമസ്കരിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ പാടില്ല, അങ്ങനെ വല്ലതുണ്ടോ മയ്യത്ത് നമസ്കാരത്തില്? അങ്ങനെയൊന്നുമില്ല. ബാക്കിൽ നിന്നാ മതി. അത് വേറെ വിഷയമാണ് ചോദിച്ചത്. റഷീദ് സാഹിബ് പറഞ്ഞല്ല. അല്ലേ? ഞാന് വീട്ടിൽ നിന്ന് നമസ്കരിച്ചിട്ടാണല്ലോ കൊണ്ടുപോകല്. പള്ളിയിൽ സ്ത്രീകൾ പോകാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് നമസ്കരിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ആദ്യം നമസ്കരിക്കുന്ന സ്ത്രീകളല്ലേ? അതെ. അപ്പൊ എന്താണ് ഫർള് നിങ്ങൾക്ക് കിട്ടി. ഫർള് കിഫായ തീർന്നല്ലോ, പിന്നീട് സുന്നത്താണ് അല്ലെ? അത് ആരും ശ്രദ്ധിച്ചില്ല. അല്ല, അത് അപ്പൊ അങ്ങനെ ചെയ്യാൻ അത് പ്രശ്നമില്ല. അഫ്ലലും ആദ്യം നിസ്കരിക്കുന്നതാണ് അഫ്ലൽ ശ്രേഷ്ഠം കൂടുതൽ കിട്ടുക. അത് വേറെ കാര്യം. പക്ഷെ ഒരു മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുന്നത് എന്താണ്? ഫർള് കിഫായയാണ്. അപ്പൊ അത് ഒരു കൂട്ടം നമസ്കരിച്ചതോടുകൂടി തീർന്നു. അത് സ്ത്രീയോ പുരുഷനോ അങ്ങനെ വ്യത്യാസമില്ല അല്ലെ? അങ്ങനെയൊന്നും വ്യത്യാസമില്ല. കൊറേ പേരിങ്ങനെ വേറെ നിസ്കരിക്കുന്നത് ബാച്ച് ആയിട്ട് നിസ്കരിച്ചു പോകുന്നുണ്ടല്ലോ. അതോ പണ്ട് അങ്ങനെയുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല. അതിന് കുഴപ്പമില്ല. എന്തിനും നിങ്ങൾ എന്തെങ്കിലും കടുംപിടുത്തം പിടിക്കാൻ പോകേണ്ടത്. കാര്യം നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പുതിയ കാര്യങ്ങൾ ചേർക്കും. നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ചെയ്യുന്നത് കുറെ ആള് വെച്ച് ചെയ്യുന്നതല്ലേ ഉത്തമം. ഫസ്റ്റത്തെ ഫർള് കിഫായ. അല്ല, അത് കുറെ ആൾക്കാരില്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമസ്കരിക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? സൗകര്യം ഒന്നും നോക്കണ്ട, മുറ്റത്ത് വെച്ച് നമസ്കരിക്കാവുന്നേ ഉള്ളൂ. ഇത് അവിടെയും പിന്നെ നമ്മൾ കർമ്മശാസ്ത്ര മസ്തയിലേക്ക് കൊണ്ടുവരും. ചില സ്ഥലങ്ങളിൽ പള്ളികളെ പുറത്ത് വെച്ച് നമസ്കരിക്കല്. പള്ളികളെ പുറത്ത് വെച്ച് നമസ്കരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പള്ളിയുടെ അകത്ത് പറ്റില്ല. പള്ളിയുടെ അകത്ത് പറ്റില്ല. മയ്യത്ത് വെറുതെ പള്ളിയുടെ അകത്ത് കയറ്റാൻ പറ്റില്ല.
മാത്രമല്ല നബിസ്വല്ലാസ്ലം ഈ സ്ത്രീയെ നിങ്ങൾ മരിച്ചപ്പോൾ എന്നോട് പറഞ്ഞില്ലല്ലോ, ഞാൻ അവൾക്ക് വേണ്ടി നമസ്കരിക്കട്ടെ എന്ന് ചെയ്തിട്ട് ഖബർസ്ഥാനിൽ പോയിട്ട് നമസ്കരിച്ചു. അപ്പൊ പിന്നെ പുറത്ത് ചിന്താലും നമസ്കരിക്കാമല്ലോ. പുറത്ത് നിസ്കരിക്കുക, പിന്നെയും നിസ്കരിക്കുക. അപ്പൊ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് പിന്നെയും നിസ്കരിക്കാം. പിന്നെ നിസ്കരിക്കാം. അത് എല്ലാത്തിനും തെളിവായി. ഓക്കെ. അപ്പോ ജൂവിന്റെ സഹോദരി വന്നു കേട്ടോ. ജാത്തിന്റെ ഉദാഹരണമായി അതിനുള്ള മജിലത്തു ജാത്തു സുവരി. അപ്പൊ ജാത്തിന്റെ നേരത്തെ പറഞ്ഞ ജാതി ദൂര അതേ നിയമം തന്നെയാണ് ജാത്തിനും, കാരണം അതിന്റെ സഹോദരിയാണ്. അപ്പോഴെന്താണ് അതിന് ശേഷമുള്ളതിന് കെസ്റായിരിക്കും. അതേപോലെ അതിന് മുമ്പുള്ളതിന്റെ അടയാളമായിരിക്കും അതിനും ഉണ്ടാകുക. സയസ്ല നാറൻ, നാറൻ കഴിഞ്ഞിട്ട് 10 ശേഷം പിന്നെ എന്താ പറഞ്ഞത്? നാറൻ. ഇപ്പൊ 10 ഉള്ളതാണ് ജാത്ത ലഹബിൻ. അപ്പൊ പിന്നെ ഇറാമിന് കഴിഞ്ഞിട്ട് ജാത്തി എന്താ പറഞ്ഞത്? ഇറമ ജാത്തിൽ ഇമാദ് എന്നല്ലേ പറഞ്ഞത്? എന്താ കെസ് പറഞ്ഞത്? ഇറമിന് ഒറിജിനലി അവിടെ കെസറാണുള്ളത് കേട്ടോ. ഇറമ ഗൈർ മുൻസരിഫ് ആയതുകൊണ്ട് കെസർ സ്വീകരിക്കാൻ വൽ ഫജിരി അല്ല, ഫലം തറക്കൈ ആദിൻ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ബി കഴിഞ്ഞിട്ട് ആദിൻ എന്നാണ്, കെസറാണ്. പിന്നെന്താണ്? ഇറാമ. അപ്പൊ ആദിന് പകരം ഒന്നാണ് ഇറാമ്. അപ്പൊ ആദിന്റെ അതേ അടയാളമാണ് ഇറാമിനുള്ളത്, അതിന് കെസറാണ്. അതുകൊണ്ടാണ് ജാത്തി എന്ന് പറഞ്ഞത്. ഇവിടെ എന്താണ്? ജാത്ത് വരുന്നതുകൊണ്ട്, അല്ല അതിന് മുമ്പുള്ള ലമ്മായതുകൊണ്ട് അതിന് ജാത്തിനും ലമ്മായിരിക്കും. അപ്പൊ അതിനാൽ മജലത്തു ജാത്തു സുവരിൽ മുലവ്വനത്തി. എന്താ മുലവ്വനത്ത്? ലൗന് നിറം, മുലവ്വനത്ത് കളർ ചെയ്യപ്പെട്ട എന്നാണ് മുലവ്വനത്ത്. കളർഫുൾ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ, നിറമുള്ളത് എന്ന് പറഞ്ഞാൽ മതി. ശരിക്കും ആ വാക്ക് വന്നത് മുലവ്വനത്തിൽ, നിറം കൊടുക്കപ്പെട്ട. കർമ്മണി പ്രയോഗമല്ല, ഇസ്മു മഫ്ഊലാണ്. ഇസ്മു മഫ്ഊൽ, ഇസ്മു ഫാഇല്, ഇസ്മു മഫ്ഊൽ. സബ്ബഹ മുസബ്ബിഹുൻ, മുസബ്ബഹുൻ. ലവ്വന മുലവ്വനുൻ, മുലവ്വിനുൻ, മുലവ്വന്. പിന്നെ സുവര് ബഹുവചനമായതുകൊണ്ട് സ്ത്രീലിംഗമാക്കി, മുലവ്വനത്തുൻ. സുവർ എന്താണ്? സുവർ ചിത്രങ്ങൾ. ചിത്രങ്ങൾ. സൂറത്തിന്റെ ബഹുവചനമാണ് സുവർ. സൂറത്തിന്റെ ബഹുവചനം സുവർ. കളർഫുൾ പിക്ചേഴ്സ് ഉള്ള ആ മജല്ല എവിടെ? ആ മാഗസിൻ എവിടെ? അതെ, ഒരുപാട് അർത്ഥമുണ്ട്. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അത് സൂറ എന്ന് പറയുമ്പം രൂപം എന്ന അർത്ഥമുണ്ട്, അതേപോലെ ഫോട്ടോ എന്ന അർത്ഥമുണ്ട്, ഫോട്ടോ കോപ്പി എന്ന അർത്ഥമുണ്ട്, എന്ത് വേണമെങ്കിലും പറയാം. അപ്പൊ ഒരു പേപ്പർ ഉണ്ടെന്നല്ലേ ആദ്യം സൂറ എന്ന് പറയും. പേപ്പർ ഉണ്ടെന്നല്ലേ ആദ്യം സൂറ എന്ന് പറയും. ഇതിന്റെ സൂറ എന്ന് പറഞ്ഞാൽ എന്റെ ഫോട്ടോ എടുക്കാനല്ല, അല്ലെ ഫോട്ടോ കോപ്പി എന്ന അർത്ഥത്തിലാണ് കോപ്പി ചെയ്യുന്നത്. അല്ല അതേപോലെ പേപ്പർ ഉണ്ടെന്നിട്ട് ഇതിന്റെ രൂപം തരാനല്ല വന്നത്. അതെന്താണ്? അല്ല കോപ്പി തരാൻ പറയാം. മുലവ്വനത്തി, കളർഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ഉള്ള മാഗസിൻ എവിടെ? അത് സാനി ഹാദി ദറാജത്തു ജാത്തുൽ അജലി അസ്സലാസി. ജാത്തുൽ അജലി സലാസി ലിബിനി അസ്സഗീർ. ലിബിനി ചേർത്ത് വായിക്കുമ്പോൾ നീട്ടില്ല കേട്ടോ. ലിബിനി സഗീർ, ലിബിനി സഗീർ, ലിബിനി എന്റെ മകനുള്ളതാണ്. അസ്സഗീർ കുഞ്ഞു, എന്റെ കുഞ്ഞുമോനുള്ളതാണ്. 3 ചക്രമുള്ള മുച്ചക്ര സൈക്കിൾ. അപ്പൊ അജൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചക്രം. മുമ്പ് പഠിച്ചിട്ടുണ്ട്. ചക്രങ്ങൾ. അജലത്തിന്റെ ബഹുവചനമാണ് അജലുൻ. അജലത്തുൻ ചക്രം. അപ്പൊ ഈ ചക്രം പോകുന്ന എന്തിനാണ് വെച്ചേക്കുന്നത്? ചക്രം വെച്ചേക്കുന്നത് വേഗം പോകാനല്ലേ? അപ്പൊ അതിനാണ്
അജൽ ധൃതി. അപ്പൊ കൊതി അവർക്ക് നിർത്തണ്ട ഉസ്താദെ, കൊതി ഗ്രേഡ്. അത് വേറെ. അതിന് അതിന് വേറെ വാക്കുണ്ട്. ഇതേപോലെ എന്തോ ഒളിച്ചാന്നാണ് വരിക. അജൽത്ത് കൊതിയുള്ള ആളെന്നുള്ള അർത്ഥം. അത് മലയാളം. ഏതാണ് അജലത്ത് എന്ന് പറഞ്ഞാൽ ധൃതി, നിനക്ക് ഭയങ്കര ധൃതിയാണെന്ന് അജൽ? പറയുന്നത്. അജലത്ത് എന്ന് പറഞ്ഞാൽ ധൃതിയാണ്. ഇത് ടയർ വേഗത്തിൽ കറങ്ങുന്ന, വേഗത്തിൽ പോകുന്ന. അപ്പം അറബികൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് അവർ ട്രഡീഷണലി ഉപയോഗിച്ചു കൊണ്ടിരുന്ന വാക്ക് തന്നെയാണ് അതിന് സാങ്കേതികമായും വേറൊരു അർത്ഥത്തിൽ ഉപയോഗിക്കുക. ധൃതി. ഉദാഹരണം മിതിയ എന്ന് പറയും. മിതിയാണ് എന്താർത്ഥം? റേഡിയോ എന്ന് പറഞ്ഞാൽ പ്രക്ഷേപണം ചെയ്യുന്നത് അല്ലെ? ഇസാഅത്ത് പ്രക്ഷേപണം ചെയ്യുന്ന കേന്ദ്രം. മിതിയായ ഇസാഅത്ത് പ്രക്ഷേപണ കേന്ദ്രം, മിതിയായ റേഡിയോ. അപ്പൊ അസാ എന്ന് പറഞ്ഞ വിളംബരം ചെയ്തെന്ന് വാക്കുണ്ട്. അസാഉബിഹി എന്ന് ഖുർആന്റെ വാക്കില്ലേ? നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഒരു വിളംബരം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അതാ വിളംബരം ചെയ്യും. ആ അതിലാണ് എന്ത് ചെയ്യുന്നത്, ഇദാഅത്തും മിതിയായൊക്കെ വരുന്നത്. അപ്പൊ അതേപോലെ നിർവഹ, നമ്മള് ഫാൻ എന്താണ്? റാഹത്ത് തരുന്ന ഉപകരണമാണ് നിർവഹത്ത്. മിഫ്താഹ് തുറക്കുന്ന ഉപകരണം. കീ എന്ന് പറഞ്ഞ് പുതിയ വാക്കൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയാണ് അജലൊക്കെ ഉണ്ടാകുന്നത്. ശരിക്കും എന്താണ്? അത് വേഗത്തിൽ പോകുന്നതെന്നാണ് അർത്ഥം. അജൽ ധൃതി, അജലത്ത് ധൃതി, അതിന്റെ ബഹുവചനമാണ് അജലത്തിൻ. അപ്പൊ ഒരു ടയറിന് അജലത്ത് എന്ന് പറയും. ബഹുവചനം വരുമ്പോ അജൽ. لبني الصغير ثلاثة. تلك العمارة ذات النوافذ الكبيرة مصرف. تلك العمارة എന്താണ്? ബിൽഡിംഗ്. ബിൽഡിങ്. تلك العمارة ബിൽഡിംഗ്. ذات النوافذ الكبيرة വലിയ ജനലുകളുള്ള വലിയ ജനലുകൾ ഉള്ള. നവാഫിദിന്റെ ഏകവചനം എന്താ? നാഫിദത്ത്. അതിന്റെ ബഹുവചനം എന്താണ്? നവാഫിദു. അപ്പൊ ഇവിടെ കസ്ർ എന്തുകൊണ്ടാണ്? ഇവിടെ കസ്ർ എന്തുകൊണ്ടാണ്? നവാഫിദ് വരുമ്പോ ഒരു അമ്മയുള്ളൂ, കസ്ർ സ്വീകരിക്കാത്ത പദമാണ്. ഇവിടെ അൽ വന്നുകൊണ്ടാണ് കസ്ർ വന്നത്. നവാഫിദുൽ കബീറത്തി മസ്രിഫൻ. മസ്രിഫ് എന്താണ്? അറിയില്ല. ബാങ്ക്. അപ്പൊ എന്താണ് സർഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിരിക്കുക, ചേഞ്ച് ചെയ്യുക എന്നൊക്കെ അർത്ഥം. ചേഞ്ച് ചെയ്യുക. അപ്പൊ എന്താണ്? എക്സ്ചേഞ്ച്. മണി എക്സ്ചേഞ്ച് എന്ന അർത്ഥത്തിലാണ് മസ്രിഫ് ഉപയോഗിക്കുന്നത്. അപ്പൊ ടോട്ടൽ മാന എന്ത് വരും? ആകെ അർത്ഥം എന്ത് വരും? ടോട്ടൽ മാന പറയൂ ഒരാള്. ടോട്ടൽ മാന എന്ത് വരും? തിൽക്കൽ ഇമാറത്ത് ദാത്തിൻ നവാഫിദിൽ കബീറത്തി മസ്രിഫുൻ. നേരത്തെ പറഞ്ഞ പോലെ ഇത് സെക്കൻഡ് പാർട്ടാണ്. ആദ്യത്തെ അതുവരെയുള്ള ഈ കബീറത്ത് വരെ ഒരു പാർട്ടും മസ്രിഫ് രണ്ടാമത്തെ പാർട്ടാണ്. അങ്ങനെ ചിന്തിച്ചു നോക്കിയേ. തിൽക്കൽ ഇമാറത്തു ദാത്തിൻ നവാഫിദിൽ കബീറത്തി മസ്രിഫുൻ. കെട്ടിടം, വലിയ ജനങ്ങളുള്ള ആ കെട്ടിടം ഒരു ബാങ്ക് ആകുന്നു. ബാങ്ക്. മസ്രിഫുൻ തൻവീനില്ലാതെ അല്ലില്ലാതെ ഇളാഫത്തില്ലാതെ വരുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡെഫിനറ്റ് ആയിട്ട് മീനിങ് പറയുന്നത്. ആ വലിയ ജനങ്ങളുള്ളതായ ആ കെട്ടിടം ഒരു ബാങ്കാണ്. ഇറ്റ് ഈസ് എ ബാങ്ക്. നേതൃത്വം എന്നുള്ള അർത്ഥമില്ല. ഇമാരത്ത് നേതൃത്വം അത് ഹംസാണ്. ഹംസ് അമീർ. ഇത് ഐനാണ്. ഇമാറാത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എമിറേറ്റ്സ്. ഇമാറാത്ത് എന്ന് പറയുമ്പോൾ എമിറേറ്റ്സ്, അമീറുകളുള്ള സംവിധാനം.
അതിന്റെ ബഹുവചനമാണ് ഇമാറാത്ത്. ഉമ്മറായി എന്ന് വരുന്നതായിരിക്കും അല്ലേ? അതെ, ഉമറാ, അമീർ അതായത് അതിന്റെ പ്രത്യേകം യൂസേജ് വരുന്നതാണ്. അമീർ, അതിന് ഇമാറത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അമീർ ഉള്ളതായ ഒരു സംവിധാനത്തിനും ഇമാറത്ത് എന്ന് പറയും. അതേപോലെ നേതൃത്വം എന്ന അർത്ഥത്തിനും ഇമാറത്ത് എന്ന് പറയും. ആ ഇമാറത്തിന്റെ ബഹുവചനമാണ് ഇമാറാത്ത്, എമിറേറ്റ്സുകൾ. അപ്പൊ അമീർ സംവിധാനമുള്ള സംഭവങ്ങൾ എന്ന അർത്ഥത്തിൽ. നമ്മുടെ സ്റ്റേറ്റ്സ് എന്ന് പറയുമല്ലോ. ഇന്ത്യയിൽ എന്താ സ്റ്റേറ്റ്സ്? ഈ അമേരിക്ക എന്താണ്? അമേരിക്ക സ്റ്റേറ്റ്സുകളുടെ നാടാണ്. അമേരിക്ക എന്ത് ചെയ്തു? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നാണ്. ഇന്ത്യയിൽ സ്റ്റേറ്റ്സിന്റെ സംവിധാനം എല്ലാം അപ്പോൾ തന്നെ മുറക്കി കളഞ്ഞു. ഇന്ത്യ എന്നുള്ള ഒറ്റ പേരാക്കി. പിന്നെ സ്റ്റേറ്റിന് അധികാരം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ മറന്നു. അപ്പൊ അതേപോലെ അവിടെ പ്രയോഗത്തിൽ വന്ന ഇമാറത്ത് എന്ന പ്രയോഗം വന്ന അമീറുള്ള സമയം ഒരു പിന്നെന്താണ് നമ്മള് അൽ-ഐൻ, അതേപോലെ പിന്നെന്താ ഹൈമ, അബുദാബി, ദുബായ്, ഇതൊക്കെ എന്താണ്? അവിടെയൊക്കെ അമീറാണുള്ളത്. അവിടുത്തെ പിന്നെ എന്താ പറയാ, ടോപ്പ് എന്താ പറയാ, നേതൃത്വത്തിന് അമീർ എന്നാ പറയുക. അതേപോലെ അമീറുകൾ ഉള്ള സംവിധാനം അതാണ് ഇമാറാത്ത്. അതിന് പിന്നെ ഇംഗ്ലീഷ് അവർ ഈ പേരൊന്നും കൊടുക്കാനില്ല. പിന്നെ എമീറാത്ത്, അമീറിനെ പറഞ്ഞിട്ട് എമീറാക്കി, പിന്നെയാണ് എമീറാത്ത് ആക്കി. എല്ലാം ചിന്തിച്ച ഒരുപാട് പാഠങ്ങളുണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി. പിന്നെ ജദ്ദ അതൊക്കെ പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഐനാണ് കേട്ടോ, ഇമാറത്ത്. ഈ ഇമാറത്തിനെ ഖുറാനിൽ ആരെയും കണ്ടുണ്ടോ? ആരും കണ്ടില്ല. നമ്മൾ അറബി പഠിക്കാൻ തുടങ്ങിയ ശേഷം ഖുറാൻ വായിച്ചില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇമാറത്തുൽ-ലത്തി ഒന്നും എന്തായാലും ഇല്ല. അജഅൽതും സിഖായത്തൽ ഹാജി വ ഇമാറത്തുൽ മസ്ജിദിൽ ഹറാമി. അപ്പൊ കിട്ടി. പറയുമ്പോ ബാക്കി വരാൻ എളുപ്പമാണ്. അവിടെ എന്താണ് ഇമാറത്തുൽ മസ്ജിദിൽ ഹറാം എന്ന് പറഞ്ഞാൽ മസ്ജിദ് ഹറാം പരിപാലിക്കലാണ്. ഇവിടെ ഇമാറത്ത് എന്താണ്? ബിൽഡിംഗ് എന്ന അർത്ഥത്തിലാണ്. മറ്റെന്താണ്? നമ്മളെ ആ ബിൽഡിങ്ങിനെ പരിപാലിച്ചു കൊണ്ട് നോക്കി നടത്തൽ എന്ന അർത്ഥത്തിലാണ് ഇമാറത്ത് ഉപയോഗിച്ചത്. അതേപോലെ അതിന്റെ ക്രിയാരൂപം ഉപയോഗിച്ചിട്ടുണ്ട്. അമറൂഹ അക്സറമിന്ന അമറൂഹക്ക് ഉപയോഗിച്ചു. അതിനാണ് ഇമാറത്ത് വന്നത്. അപ്പൊ എന്താ ചെയ്ത്? അതിന് ആർക്കിടെക്ചറൽ എന്ന അർത്ഥത്തിൽ വന്നു. തിൽക്കൽ ഇമാറത്തു ദാത്തുൻ നവാഫിദിൽ കബീറത്തി മസ്രിഫുൻ. ആ വാക്യം വളരെ മനസ്സിലായല്ലോ. തിൽക്കൽ ഇമാറത്തു എന്ന് പറഞ്ഞിട്ട് അതിന്റെ വിശേഷണമാണ് ദാത്തുൻ നവാഫിദിൽ കബീറത്തി. തിൽക്കൽ ഇമാറത്തിന്റെ വിശേഷണമാണ് ദാത്ത് എന്ന പദം കേട്ടോ. പിന്നെ ദാത്ത് എന്താണ്? എന്തുള്ളതാണ്? അന്നവാഫിദ്. അപ്പൊ ദാത്തിൻ നവാഫിദ്, ജനലികൾ ഉള്ളതായി. പിന്നെ അന്നവാഫിദിന്റെ വിശേഷണമാണ് അൽ കബീറത്ത്. ഇതെല്ലാം കൂടെ വന്നപ്പോ തിൽക്കൽ ഇമാറത്ത് ദാത്തുൻ നവാഫിദിൽ കബീറത്തി എന്നാണ് ഫസ്റ്റ് പാർട്ടാണ്. ആ ബിൽഡിങ്, അങ്ങനെയുള്ളതായ ആ ബിൽഡിങ് സെക്കൻഡ് പാർട്ടാണ്. നോമിനൽ സെന്റൻസിന്റെ സെക്കൻഡ് പാർട്ടാണ് മസ്രിഫുൻ. ആ ബിൽഡിങ് ഒരു ബാങ്കാണ്. അടുത്ത് തിൽക്കൽ മസാജിദു ദാത്തുൽ മനാഇരി. മനാഇർ എന്താണ്? മിനാരം. മനാറത്തിന്റെ ബഹുവചനമാണ് മനാഇർ. മനാറത്തുൻ, മിനാരം. അതിന്റെ ബഹുവചനമാണ് അൽ മനാഇറു. മനാറത്തുൻ, മനാഇറു. ദാത്തുൽ മനാഇറിൽ ആലിയത്ത് മനാഇർ ബഹുവചനമായതുകൊണ്ട് അതിന്റെ വിശേഷണം സ്ത്രീലിംഗ ഏകവചനം കൊണ്ടാണ് പറയുക. ദാത്തുൽ മനാഇരി അൽ ആലിയത്തി. ആലിയത്ത് എന്ന് പറഞ്ഞാൽ ഹൈ. നമ്മൾ ആലിയത്ത് നേരത്തെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. പഠിച്ചില്ലേ ആലിയത്ത്? ആലിയത്ത് ഖുറാനിൽ വായിച്ചിട്ടുണ്ടോ നിങ്ങള്? ആലിയത്തുൻ ലാ റൈബ ഫീഹ. ആലിയത്തുൻ ലാ റൈബ ഫീഹ എന്നാ? ഫീ ജന്നത്തിൻ ആലിയത്തിൻ.
അങ്ങനെ ഒരുപാട് സംഭവം നമ്മൾ ഇതെല്ലാം പഠിച്ചാൽ എല്ലാം ഖുറാൻ കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് വെച്ചിട്ട് ഖുറാൻ വായിച്ചു നോക്കണം. ഇത് ഇതായിട്ട് പഠിക്കുകയല്ല, നമ്മൾ കലയ്ക്ക് വേണ്ടിയല്ല, കലയ്ക്ക് വേണ്ടിയെന്ന് വിചാരിക്കരുത് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. കല എന്താണ്? ഒരു ആശയ സംവേദനത്തിന് വേണ്ടിയുള്ള മാർഗമാണ്. അതേപോലെ അറബിക്ക് വേണ്ടിയല്ല. നമ്മൾ അറബി കുത്തിയിരുന്ന് പഠിക്കുകയാണ്. അറബിക്ക് വേണ്ടി പഠിക്കുകയാണ്. അറബിക്ക് വേണ്ടി പഠിച്ചാൽ എന്താവും? അറബി മാത്രമേ പഠിക്കൂ, ഖുറാൻ പഠിക്കില്ല. ഖുറാൻ പഠിക്കാൻ വേണ്ടി പഠിച്ചാൽ ഈ വാക്കുകളൊക്കെ ഖുറാനിൽ കണ്ടെത്തണം നമ്മൾ. ചിലപ്പോ 10 കസറോ അല്ലോ ഇതൊന്നും ഇല്ലാതെയൊക്കെ മാറിയിട്ടൊക്കെ ആയിരിക്കും വരിക. ഓക്കെ. അൽ മനാറത്തിൽ ആലിയത്തി, ഈ ജന്നത്തിന്റെ ആലിയത്ത് എന്ന് പറഞ്ഞു ഉന്നതമായ സ്വർഗത്തിൽ. ഇവിടെ എന്താണ്? മനാറത്തിന്റെ ആലിയത്തിൽ ഉയർന്ന മിനാരം ഉള്ളതായ ആ മസ്ജിദ്. ജമീലത്തും ജിദ്ദൻ. ഇവിടെ സെക്കൻഡ് പാർട്ടിനാണ് 2 വാക്കുള്ളത്. ആ ഉയർന്ന മനാറ ഉള്ളതായ ആ മസ്ജിദ് ജമീലത്തും ജിദ്ദൻ, വെരി ബ്യൂട്ടിഫുൾ, വളരെ മനോഹരമാണ്. സുമ്മ കവ്യൻ ജുമലൻ മിസ്ലഹ മുസ്തഅമിലൻ അൽ കലിമാത്തില്ലത്തി ബൈന ഖൗസൈൻ. ക്ലിയറായോ? എന്ത് ചെയ്യണം? കൗസൈനെ കണ്ടോ ഖുറാനിലെ? കൗസൈൻ ഇതുവരെ നിങ്ങൾ ആലിയത്ത് എത്തിയില്ല. ആലിയത്ത് ഹൈ, ഉയർന്നത്. ആ ഇനിയും ആലിയത്ത് പഠിച്ചില്ല. ഈ ജന്നത്തിന്റെ ആലിയത്തിൽ പോകണ്ടേ നമുക്ക്? പോണം. അപ്പൊ ഇപ്പോഴെന്താണ്? സുമ്മ കവ്യൻ ജിമല മിസ്ലഹ മുസ്തഅമില കലിമാത്തില്ലത്തി ബൈന ഖൗസൈൻ. ഖൗസൈന് ഖുറാൻ വായിച്ചിട്ടുണ്ടെന്നാണ് ചോദിച്ചത്. എല്ലാരും ഖുറാൻ കാണാൻ പഠിച്ചവരാണ്, പക്ഷെ നമുക്ക് ഖുറാൻ വായിച്ച ഈ വാക്കുകളൊന്നും അവിടെ കാണുന്നില്ല. കാന ഖാബ ഖൗസൈനി. കൗസേനി ദക്റബുൽ ഉൻസ എന്ന് പറഞ്ഞ കൗസേനി ആയിരിക്കില്ല അവിടെ. ഇവിടെ എന്താണ്? കാന ഖാബ കൗസൈനി ഔ അദിന. ഓക്കെ. കൗസൈൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2 വില്ലുകൾ. ബ്രാക്കറ്റ്. ഇവിടെ ബ്രാക്കറ്റ്. അതാ പറഞ്ഞ അവർക്ക് വില്ലാണ് ഉണ്ടായിരുന്നത്. ആ വില്ല് തന്നെയാണ് അവർ ബ്രാക്കറ്റിന് ഉപയോഗിക്കുന്നത്. എന്തോ ഒരു വാക്ക് നേരത്തെ പറഞ്ഞില്ല, പറയാൻ പറ്റുമോ? മസ്ജിദ് മസാജിദ് ദാത്തുൽ മനാറത്തുൽ ആലിയത്തി ജമീഅത്തുൽ ജിദ്ദൻ അൽ കലിമാത്തില്ലത്തി ബൈന ഖൗസൈൻ. അപ്പൊ എന്താണ്? ആ വില്ലാണ് ബ്രാക്കറ്റ്. അപ്പൊ ഏറ്റവും മനസ്സിലായത് ഉദാഹരണം വായിക്കുക. സുമ്മ കവ്യൻ ജുമലൻ മിസ്ലഹ. പിന്നീട് അതുപോലുള്ള സെന്റൻസ് ഉണ്ടാക്കുക. സെന്റൻസ് ഉണ്ടാക്കാൻ നിങ്ങൾ സ്വന്തം ഉണ്ടാക്കണ്ട. മുസ്തഅമിലൻ അൽ കലിമാത്തില്ലത്തി ബൈന മുസ്തഅമിലൻ അൽ കലിമാത്തില്ലതി ബൈന ഖൗസൈൻ. ബ്രാക്കറ്റിനകത്തുള്ളതായ ആ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. ഉദാഹരണം പുറത്തൽ കഥനി ലളിബത്തും പുറത്ത സെല്ലത്തി. അപ്പൊ ആയും അമ്മ ഉപയോഗിക്കാൻ വേണ്ടിയാണത്. ആ പുറത്തൽ കഥനി ലളിബത്തും ഫുട്ബോൾ ആണോ നിങ്ങൾ കളിച്ചത്? പുറത്ത സെല്ലത്തി അല്ല, ബാസ്കറ്റ് ബോൾ ആണോ? മുഹമ്മദൻ റഅയ്ത ഹാമിദൻ. മുഹമ്മദൻ റഅയ്ത കണ്ടത് മുഹമ്മദിനെയാണോ ഹാമിദിനെയാണോ? പേര് ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. പേര് ഒരു പ്രാവശ്യം ഉപയോഗിക്കുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. ആ കുളത്തൽ കഥമി ലളിതത്വം. ഇങ്ങനെ കളിച്ചത് ഫുട്ബോൾ ആണോ? പുറത്ത സെല്ലത്തി അതല്ല, ബാസ്കറ്റ് ബോൾ ആണോ? അതേപോലെ മുഹമ്മദൻ റഅയ്ത മുഹമ്മദിനെയാണോ നീ കണ്ടത്? ഹാമിദൻ അതല്ല, ഹാമിദിനെയാണോ? ഇവിടെ ആ കുറത്തൽ കഥമി ഇവിടെ ഒരു പത്തേ ഉള്ളൂ അല്ലേ? അപ്പൊ കുറത്തിന് ഒരു പത്തകളുടെ സന്ദർഭമാണ്. കാരണം കഥമിലേക്കുള്ള ആ പ്രത്യേകതയുണ്ട്, ഒരു പത്തേ. ഇപ്പുറത്ത് വന്നപ്പോ മുഹമ്മദൻ അവിടെ എന്താണ്?
മുഹമ്മദൻ എന്ന വാക്കാണ്. അപ്പൊ ഫത്തഹില്ലെങ്കിലും തൻവീൻ വരുമ്പോൾ മുഹമ്മദിൻ എന്ന് പറയും. അപ്പൊ ഫത്തഹ് വന്നപ്പോൾ ആ മുഹമ്മദൻ റായിത്ത മുഹമ്മദൻ എന്നാണ്. മുഹമ്മദിനെ കണ്ടു. ആ മുഹമ്മദൻ റായിത്ത, മുഹമ്മദിനെയാണോ നീ കണ്ടത്? ആം ഹാമിദൻ, അതല്ല ഹാമിദിനെയാണോ? അപ്പോ അതേപോലെ ആ കിതാബൽ ഫിഖ്ഹി അഖൽതി ആം കിതാബ സിയാറത്തി, ആ കിതാബൽ സീറത്തി, സയ്യാറത്തല്ല സീറത്തി. ഞാൻ ആലോചിക്കുകയാണ് കിതാബ് സയ്യാറയുടെ കിതാബ് എങ്ങനെ വന്നു. ആ കിതാബൽ ഫിഖ്ഹി അഖൽതി, നീ എടുത്തത് കിതാബൽ ഫിഖ്ഹിന്റെ പുസ്തകമാണോ? ആം കിതാബ സീറത്തി, അല്ല സീറയുടെ പുസ്തകമാണോ? സീറ അറിയാലോ, ഹിസ്റ്ററിയാ. ആ സീറ എന്ന് പറഞ്ഞാൽ ശരിക്കും നബി ചരിത്രത്തിനാണ് സീറ എന്ന് പറയുന്നത്. അതൊരു ടെക്നിക്കൽ വാക്കാണ്. സീറ എന്ന് പറഞ്ഞാൽ എന്താണ്? നബിയ. സീറ എന്ന് പറഞ്ഞാൽ സീറത്തു നബവിയ എന്നാണ്. സീറത്തു നബവിയ എന്നാണ് ശരിക്കും അതിന്റെ, നമ്മളിപ്പോ ലാപ്ടോപ്പ് എന്ന് പറയില്ല, ലാപ്ടോപ്പിന് ലാപ്പ് എന്ന് ഉപയോഗിക്കുന്നത്. ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറാണ്. അതേപോലെ സീറത്തു നബവിയാണ് സീറ എന്ന് പറയുന്നത്. ശരിക്കും ഹിസ്റ്ററിക്ക് പറയുന്നത് താരിഖാണ്. ജീവചരിത്രമല്ല വരുന്നത്, നബിയുടെ ജീവചരിത്രം. ആയിക്കോട്ടെ, അതന്നെ നബി ചരിത്രം. ഇപ്പൊ താരിഖ് ഖുലഫ എന്ന് പറഞ്ഞാൽ ഖുലഫാക്കളുടെ ചരിത്രമാണ്. താരിഖ് ഖുലഫ എന്ന് പറയുമ്പോൾ അത് തന്നെയല്ലോ. സീറത്ത് അബൂബക്കർ എന്ന് പറയാറില്ല, സീറത്തു അബീബക്കർ എന്ന് പറയാറില്ല, താരിഖ് എന്നേ പറയാറ്. സീറത്തു നബവിയാണ്. നബിയുടെ ജീവചരിത്രമായിരുന്നാലും നബി ചരിത്രമായിരുന്നാലും സീറത്തു നബവിയ എന്നാണ് പറയുക. ഓക്കെ. മറ്റു ജനറലി പറയുമ്പോൾ ഹിസ്റ്ററി എന്ന അർത്ഥത്തിൽ താരിഖ് എന്നാണ് ഉപയോഗിക്കുക. ലവൽ മുദറബത്ത് അബ്ബാസ് മഹ്മൂദ് ഇങ്ങനെ പറയും. അബ്ബാസിന് എന്താ അടയാളം എന്നാണ് നമുക്ക് അറിയേണ്ടത്. അബ്ബാസിന്റെ ഫത്തഹ്, തൻവീൻ ഫത്തഹ്. പിന്നെ തൻവീൻ ഫത്തഹ് വന്നാൽ മഹ്മൂദിന് എന്ത് വരണം? തൻവീൻ ഫത്തഹ്. കാരണം ഇവിടെ എന്താണ് മഫ്ഊൽ ബിഹി ആയിട്ടാണ് ഉള്ളത്. റബത്ത അടിച്ചു, അടി കൊണ്ട ആളാ അബ്ബാസും മഹ്മൂദിനാണ് അടി കൊണ്ടത്, അല്ലേ? ആ അപ്പം ആ റബത്ത അബ്ബാസൻ അം മഹ്മൂദൻ. ഓക്കെ. സാനി അടുത്തത് ശരിബത്ത. ശരിബത്തല്ലോ, അസീറൽ ബുർത്തുഖാലി. അസീറിന്റെ അടയാളം കറക്റ്റ് ആയിട്ട് പറയും. അസീറിന്റെ അടയാളം പറയാനാ പറഞ്ഞു. ശരീരത്ത കുടിച്ചു, എന്ത് കുടിച്ചു? അസീറ. കെസറങ്ങനെ വന്നു സഹോദരി. അസീറൽ ബുർത്തുഖാലി. എങ്ങനെ വന്നു അസീറിന്? മഫ്ഊലുൻ ബിഹിയാ വേണ്ടത് അവിടെ. മഫ്ഊലുൻ ബിഹിയാണ് അസീറ. ഇതാണ് നിങ്ങൾ പഠിക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യം മുതൽ ആ പാഠത്തിന്റെ കൃത്യമായി ഒന്നായിട്ട് പഠിച്ച് വരണം. എവിടെയെങ്കിലും കുളമായിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് പഠിക്കുന്ന കംപ്ലീറ്റ് കുളമാവും. നമ്മൾ ഒരു നില വീടുണ്ടാക്കിയിട്ട് ആ ഒരു നില ശരിയായിട്ട് എന്റെ മുകളിൽ ശരിച്ചാൽ വല്ല ശരിയാവോ? ഒന്നാമത്തെ ഫ്ലോർ ശരിയായില്ലെങ്കിൽ എന്റെ മുകളിലത്തെ ഫ്ലോർ ശരിയാവോ? കംപ്ലീറ്റ് പൊളിഞ്ഞു വീഴും. പിന്നെ 10 നിലയൊക്കെ കിട്ടും. ആ 10 നിലയും ഒറ്റ ഫ്ലോറിന്റെ കാരണം കൊണ്ട് പൊളിഞ്ഞു വീഴും. പിന്നെ എത്ര നമ്മൾ പണിയെടുത്തൊന്നും കാര്യമില്ല. അപ്പൊ ഇതുവരെ ഉള്ളത് കൃത്യമായി പഠിക്കണം കേട്ടോ, പ്ലീസ്. അല്ലെ എന്റെ അധ്വാനം കംപ്ലീറ്റ് കുളമാവും. നിങ്ങളെ എന്തായാലും പോയി അത് വരെ കാര്യം. ഇപ്പൊ എന്താണ്, എന്തുകൊണ്ടാണ് അസീറിന് ഫത്തഹ് വന്നത്? അത് എന്തിനെ ആണ് എന്ന്. ശരീരത്ത കുടിച്ചു, എന്തിനെ കുടിച്ചു? അസീറൽ ബുർത്തുഖാലി. ബുർത്തുഖാലിന്റെ കസ്ർ വരാൻ കാര്യം എന്താ? ഇലാഫത്ത്. അപ്പൊ അസീറൽ ബുർത്തുഖാലി. പിന്നെ അടുത്തത് അസീറൽ ഇനബി. എന്താ അസീറൽ ഇനബ് എന്താ അർത്ഥം? മുന്തിരി ജ്യൂസ്.
മുന്തിരി ജ്യൂസ്. സലാസ. അസാലിസ് പറയൂ. അറഅയ്തും ഉസ്താദ് ഇവിടെ എക്സാമ്പിൾ അങ്ങനെ അല്ലല്ലോ കൊടുത്തിട്ടുള്ളത്. എക്സാമ്പിൾ മുഹമ്മദൻ റഅയ്ത ഹാമിദൻ എന്നല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ പറയേണ്ടത് അസീറുൽ ബുർത്തുകാലി ഷരീബ്ത അസീറുൽ നബി എന്നല്ലേ? അതെ 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 കേട്ടോ. അപ്പൊ ഫെയിലിന് എന്ത് ചെയ്യണം? ഇപ്പുറത്ത് കൊണ്ടുവരണം. ഞാൻ അത് വിട്ടുപോയി. അങ്ങനെ ഞാൻ ഇതിന്റെ അടയാളത്തിലായി പോയി. ശ്രദ്ധ. ഇവിടെ എന്ത് ചെയ്യണം? ഹംസ ഉപയോഗിച്ച് അതായത് അസീർ വരുമ്പോൾ എന്താ വരേണ്ടത്? ഈ മഫ്ഊലും ബിഹിയെ മുമ്പേ കൊണ്ടുവരണം. കാരണം എന്താണ്? ചോദ്യം വരുമ്പോൾ അതിനെയാണ് ആദ്യം കൊണ്ടുവരിക. അപ്പൊ ഈ ചോദിക്കില്ല. ആയും വരുമ്പോഴത്തേക്ക് എന്താണ്? അതിനെയാണോ അവനെയാണോ അടിച്ചത്? അത് രണ്ടാമത്തേനാണോ? ഫോക്കസ് ഏതിനാണ്? അല്ല, മഫ്ഊലും ബിഹി എന്ന് പറഞ്ഞാൽ എന്ന് ചോദിക്കുന്നില്ലേ? ഇതാണോ മറ്റേതാണോ എന്ന് ചോദിക്കുന്നില്ലേ? അപ്പൊ എന്തിനാണ് ഫോക്കസ്? ഇതാണോ അതാണോ എന്നതിലാണ് ഫോക്കസ്, അല്ലാതെ കുടിച്ചതിനല്ല ഫോക്കസ്. മനസ്സിലായില്ലേ? അതായത് അസീർ ബുർത്തുക്കാലാണോ കുടിച്ചത് അല്ല ഇനബാണോ കുടിച്ചത്, ഇതിനാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ എന്ത് വരും? അപ്പോൾ അതിനെയാണ് ആദ്യം പറയേണ്ടത്. ഞാൻ അതിന്റെ അടയാളത്തിലായിരുന്നു ശ്രദ്ധ, അതുകൊണ്ട് അതിന്റെ ഇത് പറഞ്ഞു. അപ്പൊ ഇവിടെ ലറബത്ത എന്നതല്ല വിഷയം, മറിച്ച് എന്താണ്? അബ്ബാസിനെയാണോ അടിച്ചത് അല്ല മഹ്മൂദിനെയാണോ അടിച്ചതെന്നാണ്. കേട്ടോ, ആരാ ഉണർത്തി തന്ന അത്? ജസാക്കല്ലാഹു ഖൈർ. അബ്ബാസൻ ലറബത്ത മഹ്മൂദൻ. കാരണം പറഞ്ഞ് മനസ്സിലായോ നിങ്ങൾക്ക്? ഇവിടെ അടിയല്ല വിഷയം, അടി കൊണ്ടത് ആരാണ് എന്നതാണ് വിഷയം, അല്ലെ? അതായത് രണ്ടുപേര് എന്തിനാ പറയുന്നത്? ആർക്കാണ് അടി കൊണ്ടതെന്നല്ലേ ചോദ്യം. അപ്പൊ എന്ത് വേണം? അബ്ബാസൻ ലറബത്ത മഹ്മൂദൻ. അതേപോലെ അസീറൽ ബുർത്തിക്കാരി ശരിബത്ത അസീറൽ. ഓക്കെ. അസയ്യാറത്തുൽ മുദീരി റഅയ്തും സയ്യാറത്തുൽ മുദർരിസി. അടുത്തത് അഹാദിഹിൽ മജല്ലത്ത് ഖറഅതുന്ന തിൽക. ഈ മജല്ലയാണോ നിങ്ങൾ വായിച്ചത് അതല്ല അതാണോ? ഓക്കെ. അടുത്തത് മിഫ്താഹിന് എങ്ങനെ ലംബം വന്നത്? ഇവിടെ കറയത്തിന് വന്നോ മജല്ലത്തിന് എന്തായിരുന്നു അടയാളം കൊടുത്തത്? ഹാദിഹിൽ മജല്ലത്ത. അടുത്തത് മിഫ്താഹൽ ബൈത്തി അഖദത മിഫ്താഹൽ സയ്യാറത്തി. ഇതിന്റെ ഈ വീട്ടിന്റെ അല്ല, വീട്ടിന്റെ താക്കലാണോ നീ എടുത്തത്? അതല്ല, കാറിന്റെ ചാവിയാണ്. താലവൽ കലിമാത്തിലാത്തിയ. അപ്പൊ നിസ്ഫ് എന്താണ്? 1/2, ഹാഫ്. ഹാഫ്. സുലുസ് 1/3 അല്ലെങ്കിൽ 1/3. റുബ് ക്വാർട്ടർ. ഹുമസ് 1/5. സുദുസ് 1/6. സുബഅ അല്ലെങ്കിൽ 1/7. സുമൻ 1/8. തുസ്അ 1/9. ഔഷർ 10. 10ന് ശരിക്കും 0 അപ്പുറത്താ വരേണ്ടത് കേട്ടോ. 10ന് 0 അപ്പുറത്താ വരേണ്ടത്. മാറിപ്പോയതാണ്. ഓക്കെ. കബിൻ ജുമൽ മുസ്ലിം കലിമാത്തിലാത്തിയ ദഖല ഉപയോഗിച്ച ഒരു വാക്ക് പറഞ്ഞ്. ദഖല ഉപയോഗിച്ചൊരു വാക്കും പറയാനില്ലേ? ദഖൽതുൽ മസ്ജിദ്. ദഖൽതുൽ മസ്ജിദ. അല്ല, ദഖൽത്തു വരുമ്പോഴത്തേക്ക് എവിടെ എന്നതാണ് പത്ത് കൊടുക്കണം. ദഖൽതുൽ മസ്ജിദ.
അടുത്തത് ബഹസ ബഹസയുടെ അൻ വന്നണ്ട. ഒരു വാക്ക് പറയൂ. ബഹസ ലിബാസി. ബഹസ എന്താണ്? ബഹസ തൊയ്യ്. ബഹസ്തു ലിബാസി, ബഹസ്തു അൻ ലിബാസി. അടുത്തത് ഉസ്ബുഅ അൽ മാദി. സബാഹി. സബാഹയാണോ? ഉസ്ബുഅ അൽ മാദി എന്ന് പറയുമ്പോൾ മാദി വെച്ചൊരു വാക്ക് പറയൂ. സെൻസ് മാദി. ജാഅ ഖാലി മിനൽ ജിദ്ദ. മിൻ ജിദ്ദ. മിൻ ജിദ്ദ. മിൻ ജിദ്ദ. മിൻ ജിദ്ദത ഫിൽ ഉസ്ബുഅൽ മാദി. ഫിൽ ഉസ്ബുഅൽ മാദി. ഫിൽ ഉസ്ബുഅൽ മാദി. അടുത്തത് അൽ ബാരിഹത. ബാരിഹത്ത് ഇന്നലെ. ഇന്നലെ കഴിഞ്ഞ രാത്രി, ലാസ്റ്റ് നൈറ്റ്. സഹബിനൽ ബാരിഹത്ത. അവിടെ പോയി. ഫിൽ മുസ്തഷ്ഫ. അവിടെ ഒന്നും പോകേണ്ട സ്ഥലമല്ല. പോകേണ്ട സ്ഥലം പറയും. ഹോസ്പിറ്റലിൽ പോകേണ്ട സ്ഥലമല്ല. അല്ല, സിയാറത്തിന് പോയതാണ് രോഗിനെ. രോഗിയെ കാണാൻ പോയി. അപ്പൊ ഒരു സിയാറത്തിൽ മരീദ് പറഞ്ഞാൽ ഒരു അടുത്ത വാക്കും കൂടി ആയി. സിയാറത്തിൽ മരീദ്, സിയാറത്തി ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ പറയാം. അടുത്തത് സൂ ചേർത്ത് വാക്ക് പറയും. സൂ എന്താണ്? മജീദ്. അത് ഖുർആനൊന്ന് കോപ്പി അടിച്ചല്ലേ? സ്വന്തം പറയും. കോപ്പി അടിക്കാൻ പാടില്ല. കോപ്പി അടി നിരോധിച്ചിരിക്കുന്നു. അനദൂ ലഹിയത്തിൻ ബൈദാ. മനസ്സിലായില്ലേ? അനദൂ ലഹിയത്തിൻ ബൈദാ. ബൈദാ എന്താണ്? അബിയലിന്റെ സ്ത്രീലിംഗമാണ് ബൈദാ. നരച്ച താടി. ഞാൻ നരച്ചെന്ന് പറഞ്ഞില്ലേ, ഞാൻ വെള്ള എന്ന് പറഞ്ഞു. വെള്ളത്താടി. നെസ്ബ് ഉപയോഗിച്ചൊരു വാക്ക് പറയും. ഒരെണ്ണം ഞാൻ പറഞ്ഞല്ലോ, അടുത്ത് നിങ്ങൾ പറയും. അക്കൽത്തു നിസ്ഫു മൗസത്തി അൽയൗമ. നിസ്ഫ. അക്കൽത്തു കഴിഞ്ഞിട്ട് നിസ്ഫ. എന്തിനെ തിന്നു? പകുതിയെ തിന്നു. കേട്ടാ, നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ നിസ്ഫ അൽ മൗസി. ബാക്കി ഇന്ന് ഇന്ന വെച്ചേക്കായിരിക്കും. നിക്കിനസത്ത് എന്താണ്? ചൂല്. അതിന്റെ ബഹുവചനമാണ് മക്കാനിസു. സുല്ലമുൻ സലാലിമു. സ്റ്റെയർകേസ്. ഗോവണി. പിന്നെ സുല്ലമ എന്താണ്? ഏണി, കോണി. സുല്ലമ അതെ, സമാധാനത്തിലേക്കുള്ള ഗോവണി. സമാധാനത്തിലുള്ള പാത എന്നൊക്കെ പറയുന്ന പോലെ അതിൽ കയറി പോകാനുള്ള മാർഗം. സുല്ലമ ഖുർആനിൽ കണ്ടുണ്ടോ? കണ്ടുപിടിക്കുക കേട്ടോ. സുല്ലമ നിസ്ഫ്. നല്ലാറത്തുൻ. നല്ലാറത്ത് എന്താ? കണ്ണട. ലഹിയത്ത് ഇപ്പൊ പറഞ്ഞു. ലഹിയത്തിന്റെ ബഹുവചനമാണ് ലിഹൻ വ ലുഹൻ.
സൂറത്തും സൂറത്ത് എന്ന് പറഞ്ഞു. ഇദാഅത്ത് അത് ലിഹിയത്തിന്റെ ബഹുജനം ലുഹിയ എന്നാ. ലഹൻ എന്നും ലുഹൻ എന്നും പറയാം. യാ ഇല്ല കേട്ടോ. ഫത്തഹം പിന്നെ അലിഫാണ് അവസാനം. ഫത്തഹ തൻവീൻ ലഹിയത്തിന്റെ അർത്ഥം എന്താ വേണ്ടിയുള്ള ഉസ്താദെ? അതിന്റെ അർത്ഥം എന്താ? താടി താടി ലഹിയത്ത് അതിന്റെ അർത്ഥം എന്താ? ലഹിയത്ത് ഉണ്ടല്ലേ താടി. മുമ്പ് വന്ന് ഇന്നത്തെ താടിയാ? പാടത്ത് തന്നെ വന്നിട്ടുണ്ട്. താടി 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 താടി. ഉദാഹരണം പറഞ്ഞു. അതെ, ഉദാഹരണത്തിലും പറഞ്ഞു. ബാരിഹത്ത് പറഞ്ഞു. മുലബൻ വന്നു. ഇന്ന് സാബൂൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. സാബൂൻ എന്താണ്? സോപ്പ് സോപ്പ്. അസീർ എന്ന് പറഞ്ഞു. ബഹസ അൻ, ബഹസയുടെ കൂടെ അൻ വേണം കേട്ടോ. ബഹസ അൻഹു യബഹസു ബഹസൻ. ബഹസ് എന്ന് പറയാൻ കാര്യം അതിന്റെ എന്താണ് മസ്ദർ ബഹസാണ്. സബാഹ് എന്താ? സബാഹ് പ്രഭാതം. രാവിലെ അതെ. പ്രഭാതം. വജദ് യജിദു കണ്ടു. വജദ് യജിദു വുജൂദും പറയാം, വജിദുൻ എന്ന് പറയാം. വജിദുൻ എന്ന് പറയാം കേട്ടോ. വുജൂദാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് പറയാൻ പഠിക്കുന്നത്. വജദ് യജിദു വുജൂദ്. വജിദുൻ എന്നും പറയാം. അതേപോലെ മഷാ യംഷി മഷ്യൻ. എന്താ അർത്ഥം? മഷാ യംഷിയുടെ അർത്ഥം എന്താ? നടന്നു. അഖദ യഖുദു എടുത്തു. അഖ്ദൻ. അഖ്ദൻ എടുക്കൽ, പിടിക്കൽ. അഖദ യഖുദു ഇതെല്ലാം ഖുറാനിലുണ്ട് കേട്ടോ. ഈ 3 വാക്കും ഖുറാനിലുണ്ട്. 3 കണ്ടുപിടിച്ചിട്ട് ആയതുണ്ട്. പിന്നെ അഖദ് കണ്ടിട്ടുണ്ടോ? അഖദ് ഖുറാനിൽ കണ്ടിട്ടുണ്ടോ? അഖദ് അഖ്ദ അസീസിൻ മുഖ്തദിർ. വലാ യളഉ വദഅൻ. വലാ യളഉ നമ്മളെ എന്നാണ് നമ്മളെ അണ്ടർസ്റ്റാൻഡ് ഖുറാനിൽ പഠിപ്പിക്കുന്നത്. ലമ്മത്താണ് പഠിപ്പിക്കുന്നത്. ഇവിടെ മസ്ദറിനെല്ലാത്തിനും ഗ്രാമറ്റിക്കൽ ഗ്രാമർ പറയുന്ന ബുക്കിലെല്ലാം മസ്ദറിന് 10 കൊടുത്തിട്ടായിരിക്കും പറയാം. 10 തമ്മിൽ കൊടുത്തായിരിക്കും പറയാം. കാരണം അതെന്താണ്? ക്രിയാധാതു മസ്ദർ എന്താണ് അധികം ഉപയോഗിക്കല് എന്താണ് മൻസൂബായിട്ടാണ് ഉപയോഗിക്കുന്നത്. മഫ്ഊൽ മുത്ലഖായിട്ടൊക്കെ വരും. അപ്പോഴത് മൻസൂബായിട്ടാണ് ഉപയോഗിക്കുന്നത്. 10 ചെയ്യപ്പെട്ടതായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഡിക്ഷണറിയിലും ഗ്രാമർ പറയുന്ന പുസ്തകങ്ങളിലെല്ലാം അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? നെസ്ബ് കൊടുത്തിട്ട് പറയുന്നത്. അഖ്ദൻ, അഖദ യഖുദു അഖ്ദൻ, വജദ യജിദു വജിദൻ, വലാ യളഉ വദഅൻ എന്നൊക്കെ പറയും. ലമ്മിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല. ഒരു നാമം എന്ന നിലയ്ക്ക് ലമ്മിട്ടും പറയാം. ബുർത്തുക്കാൽ അറിയാം. മനാറത്തുൻ മനാഇറു. ഓക്കെ. ഞാൻ ഇത്രയും ടൈം എടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നെങ്കിലും തീർത്തില്ലെങ്കിൽ അത് മോശമാണ്. ഞാൻ ഇന്ന് അടുത്ത പാഠം പഠിപ്പിക്കാൻ രീതിയിലാണ് വന്നത്. ഞങ്ങൾ പുതുതായിട്ടൊന്നും പഠിച്ചിട്ടില്ല. പഠിച്ചതിനെ പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ പഴയ പാഠങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ പാർട്ട് 1 മുതൽ പാർട്ട് 1ന്റെ പകുതി മുതൽ ഇങ്ങോട്ട് പഠിക്കണം കേട്ടോ. പകുതി മുതൽ ആദ്യത്തെ പകുതി നമ്മൾ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. പിന്നീട് വരുന്നിടത്ത് നമ്മൾ വെർബ് വരുന്ന ഭാഗം മുതൽ പഠിക്കണം. ഇവിടെ മഫ്ഊലും ബിഹി ഉള്ള ഭാഗമാണ് ഇവിടെ കൂടുതൽ വന്നിട്ടുള്ളത്. മഫ്ഊലും ബിഹി ആയതുകൊണ്ട് അവിടെ ഫത്തഹ് വന്ന അടയാളങ്ങൾ, ഫത്തഹ് നസ്ബ് ചെയ്യപ്പെട്ട് വന്ന ഉദാഹരണങ്ങളാണ് ഇവിടെ അധികം വന്നിട്ടുള്ളത്. ഏത് പാഠം തൊട്ട് നോക്കണം? ഫസ്റ്റ് പാർട്ടിന്റെ പകുതി മുതൽ നോക്കിയോളൂ. നിങ്ങൾ നോക്കിയാൽ അതിന്റെ ഓരോന്നിന്റെയും ഗ്രാമർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഏത് പാഠമാണോ കടുപ്പമായിട്ട് തോന്നുന്നത് ആ ഭാഗം മുതൽ വായിക്കണം. ഒരുപാട് വൃത്തിയിൽ നോക്കരുത് കേട്ടോ. വേഗം വായിച്ചു പോകണം. വേഗം ടപ്പ് 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 പടപട പോകണം. അതിന് സ്പീഡ് റീഡിങ് എന്ന് പറയും. അപ്പൊ കുറച്ച് കാര്യങ്ങൾ കിട്ടും. പിന്നെ ഒന്നുകൂടെ വായിക്കണം. പിന്നെയും കിട്ടും കുറച്ച് കാര്യം. വീണ്ടും വായിക്കണം. വീണ്ടും കിട്ടും. അങ്ങനെ അവിടെ മുതൽ ഇങ്ങോട്ട് റിവേഴ്സ് ചെയ്ത് തരണം. വീണ്ടും ഇത് 10 പ്രാവശ്യം അവിടെ തന്നെ വായിച്ചിരിക്കരുത്. ഒന്നാമത്തെ വായന അവിടെ നിന്ന് വായിച്ച് ഇവിടം വരെ വായിക്കണം. അതായത് ഈ ലെസൺ വരെ വായിക്കണം. ഇതിന് വീണ്ടും അടുത്ത ആഴ്ച അടുത്ത മാസം വീണ്ടും വായിക്കണം. നോക്കി പോയാൽ നമുക്ക് മനസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരും. അപ്പൊ ആ രീതിയിൽ പഠിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക, ചാൻസുകൾ കണ്ടെത്തി അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്ത് പഠിപ്പിക്കുക. അപ്പൊ അതിലൂടെ നമ്മളെ ഇൽമ് ഇതാകും, ഉറയ്ക്കും. അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലൽ ലിഖാ ബിഇذنില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം.